மலைகளின் நடுவே தேயிலைக்காடு, அதற்கு நடுவே தான் இவர்களுடைய வீடு, இயற்கையோ இவர்களுக்கு போட்டது വറുമയെന്ന് കോടെന്ന് പറഞ്ഞു. കാരണം അമ്മമ്മയ്ക്ക് അടി കൊണ്ടിട്ട് ബ്രിട്ടീഷ് ഇത് ഈ പടിയാങ്ങാനിയുടെ അടി കൊണ്ടിട്ട് അവരുടെ തൊടയിൽ ഇപ്പോഴും ഒരു അടയാളം മരിക്കുന്നവരെ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇന്നും വളരെ തുച്ഛമായ കൂലിക്ക് പണിയെടുക്കുന്ന ആൾക്കാരാണ് മൂന്നാറിലുള്ളത്. ഒരു ശരാശരി കേരളീയനെക്കാളും 50 കൊല്ലം 60 കൊല്ലം പുറകിലാണ് മൂന്നാർ തൊഴിലാളികൾ എന്നും ജീവിക്കുന്നത്. 500 പേരെ കൊണ്ട് ചെയ്യിപ്പിച്ച പണി ഇന്ന് 250 പേര് 200 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കും. കേരളത്തിന്റെ ഗവൺമെന്റുകൾ മൂന്നാർ തൊഴിലാളികളെ എന്നും കാണുന്നത് സെക്കൻഡറി പീപ്പിൾസ് എന്ന നിലയിലാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മാറി മാറി ഭരിക്കുന്ന ഈ കേരളത്തില് മൂന്നാറിന്റെ ലാൻഡ് ആരുടെ കൈവശമാണ്? സ്വന്തമായി ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇല്ല മൂന്നാറിൽ. ഇത്രയും ജനങ്ങളും ഉണ്ട്. മാട്ടുപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമേ തകർന്ന് തരിപ്പണമായി. ഇപ്പൊ ഡാമുള്ള സ്ഥലത്ത് നേരത്തെ ജനവാസമായിരുന്നു. നല്ല വെയിലിൽ എൻ്റെ അമ്മിനെ കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നും. വേർത്ത് വിറുവിറുത്ത് അവർക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയിലേക്ക് മാറുകയാണ്. VS ഞങ്ങളുടെ നേതാവാണ്. റോസമ്മ പുണ്ണൂസിനെ ജയിപ്പിക്കുന്ന സമയത്ത് മൂന്നാറിലെ എസ്റ്റേറ്റുകളിലും മലകളിൽ കയറി അന്ന് വണ്ടി സംവിധാനവുമല്ല. ഞാൻ അന്ന് തൊട്ടേ പുള്ളി വന്ന് അവിടെ പാർട്ടി ഓഫീസ് പടുത്തുയർത്താനുള്ള പൈസ അടക്കം പിരിച്ചിട്ട് ആ പൈസ ഏൽപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് എന്നൊരു ചരിത്രമുണ്ട് മൂന്നാറിൽ. ഞങ്ങൾ കത്തിയെടുത്ത് വിറക് വെട്ടാൻ പോകുന്ന സമയത്ത് എൻ്റെ അമ്മ എപ്പോഴും പറയും, ഇവനെ പേന പിടിപ്പിക്കണം. ഒരു വില്ലേജ് ഓഫീസറിന്റെ മുമ്പ്, ഒരു താലൂക്ക് ഓഫീസിന് മുമ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യത്തിനും മുമ്പ് മലയാളം അറിയാത്തത് കൊണ്ട് മാത്രം അവസരങ്ങൾ നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ്. കൃത്യമായി മലയാളം പഠിപ്പിക്കാത്തത് കൊണ്ട് ഇപ്പോഴും ആ ചൂഷണങ്ങൾ തുടരുകയാണ്. കമ്പനി അറിയാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഒരു മൂവ്മെന്റ് പോലും നടക്കില്ല. നിങ്ങളല്ല ആ സമൂഹത്തിൽ ഏത് മൂവ്മെന്റും കമ്പനിക്കെതിരായിട്ട് എന്തെങ്കിലും ന്യൂസ് കൊടുക്കുകയാണെങ്കിൽ പോലും അവരെ വിളിച്ചിട്ട് നിങ്ങൾ വന്ന് നമ്മളെ കാണണം എന്ന് പറഞ്ഞിട്ട് കമ്പനി ഇപ്പോഴും ഒരു റൂളിംഗ് ആണ്. അതെന്തുകൊണ്ടാണ് മൂന്നാർ ഇപ്പോഴും കമ്പനിയുടെ മൂന്നാറായി നിലനിൽക്കുന്നത്? നമ്മൾ വന്നിട്ട് ഒരു അടിമകളാണ്. നവീന അടിമകളൊന്നും പറയാൻ പറ്റില്ല, സ്ലേവ്സ്. ഈ സിസ്റ്റത്തിനെ മാറ്റാൻ പറ്റുന്നത് ഇടതുപക്ഷത്തിനാണ് എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. അധ്വാനിച്ച് ആന്തുപോയവർ എന്നാണ് ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആന്തുപോയെന്ന് പറഞ്ഞാൽ കത്തി തീർന്നവർ എന്നാണ് അർത്ഥം. മലങ്കാട് പ്രഭാകരൻ കെ മൂന്നാറിൻ്റെ ആത്മകഥയാണ്. അത് വായനക്കാരിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തോടു കൂടിയിട്ടാണ് അതിൻ്റെ ആ സന്ദർഭത്തിലാണ് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത്. മലയാളത്തിൽ ആത്മകഥകളുടെ ഒരു വലിയൊരു പാരമ്പര്യമുണ്ട്, ചരിത്രവും പാരമ്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ പൊതുവെ മലയാളത്തിൽ ആഘോഷിക്കപ്പെടുന്ന പല ആത്മകഥകളും ഒരു വൈയക്തികമായിട്ടുള്ള ഗൃഹാതുരതയുടെയും ഒരു വരേണ്യമായ കാൽപ്പനികതയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടതാണ്. ഒരു വ്യക്തിചരിത്രം മാത്രമായിട്ട് പലപ്പോഴും ഒതുങ്ങാറുണ്ട്. പക്ഷേ ഈ സമൂഹത്തിൽ മുഖ്യധാരയിൽ ഇടം കിട്ടാത്ത മനുഷ്യരുടെ ആത്മകഥകൾ എടുത്തു കഴിഞ്ഞാൽ അത് തീർത്തും വിഭിന്നമാണ്. ആ വ്യക്തികളുടെ വൈയക്തികമായിട്ട് അനുഭവമായിട്ടല്ല, അവർ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ കൂടി ഒരു നരേഷനായിട്ടാണ് മലയാളത്തിൽ അപൂർവമാണുള്ളത്. ഇപ്പോൾ പൊയ്കയിലപ്പച്ചൻ പണ്ട് പാടിയ പോലത്തെ അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്. അതായത് അത്തരം വിഭാഗങ്ങളിൽ നിന്ന്, അതായത് സമൂഹത്തിൽ മുഖ്യധാരയിൽ ഇടം കിട്ടാത്ത മനുഷ്യരുടെ ആത്മകഥകൾ നമുക്ക് മലയാളത്തിൽ അധികം വായിക്കാൻ കിട്ടിയിട്ടില്ല. ഇപ്പം അടുത്ത കാലത്ത് ഇപ്പോൾ വായിച്ചൊരു പുസ്തകങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ KK കൊച്ചിൻ്റെ ദളിതൻ എന്ന് പറഞ്ഞ ആത്മകഥ, പിന്നെ CK ജാനുവിൻ്റെ അടിമമക്ക, ഈ 2 പുസ്തകങ്ങളാണ് മലയാളികളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളായിട്ട് വരുന്നത്. അപ്പോൾ അവരത് എഴുതിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ആത്മകഥകളല്ല ശരിക്കും. അത് അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന സമൂഹത്തിൻ്റെയും കാലഘട്ടത്തിൻ്റെയൊക്കെ സമഗ്രമായി, പ്രത്യേകിച്ച് KK കൊച്ചിൻ്റെയൊക്കെ വളരെ വിശദമായിട്ടുള്ള ഒരു സാമൂഹ്യ ചരിത്രം എന്ന രീതിയിൽ തന്നെ എടുക്കാവുന്ന ആത്മകഥയാണ് CK ജാനുവിൻ്റെ. ഈ മലങ്കാടിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു തുടർച്ചയാണ്. ഈ ദളിതൻ്റെയും അടിമമക്കയുടെയും ഒക്കെ തുടർച്ചയായിട്ട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു ആത്മകഥയാണ് മലങ്കാട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഇതിൽ പ്രഭാകരൻ കെ മൂന്നാർ എന്ന് പറഞ്ഞ വ്യക്തിയില്ല. ഇതിലുള്ളത് മുഴുവനും മൂന്നാറിലെ തോട്ടം തൊഴിലാളികളാണ്. ഒരു 5 തലമുറയുടെ നീണ്ട ചരിത്രം, വളരെ സമഗ്രമായിട്ട് അവരുടെ ചരിത്രമുണ്ട്, അവരെ വന്ന വഴിയുണ്ട്, അവർ ജീവിച്ച രീതി. മലങ്കാട് എന്ന് പറയും മൂന്നാറിനെ പോലെ മനുഷ്യവാസം സാധ്യമല്ലാത്ത ഒരു പ്രദേശത്ത് കാട് വെട്ടി തെളിയിച്ചിട്ട് ജീവിതം വെട്ടിപ്പിടിച്ചിട്ടുള്ള കുറേ മനുഷ്യരുടെ കഥകളാണ്. അപ്പോൾ ഒരുപക്ഷെ മലയാളത്തിൽ ഇതുവരെ എഴുതപ്പെടാത്ത തരത്തിലുള്ള ഒരു ജീവിതാഖ്യാനം കൂടിയാണ് ഈ മലങ്കാട് എന്ന് പറഞ്ഞ താങ്കളുടെ ആത്മകഥ. പ്രഭാകരൻ കെ മൂന്നാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആത്മകഥ എഴുതാൻ തീരുമാനിക്കുന്നു. അതേസമയം തന്നെ പ്രഭാകരൻ അതിൽ നിന്നും മറഞ്ഞു നിൽക്കാനും തീരുമാനിച്ചിട്ട് സ്വന്തം മനുഷ്യരെ, ചുറ്റുപാടുമുള്ള മനുഷ്യരെ കൊണ്ടുവരാനുള്ള
ഒരു ആലോചനയ്ക്ക് പുറകിൽ എന്തായിരുന്നു, അതിൻ്റെ ഒരു പ്രേരണ എന്തായിരുന്നു? അതിൽ ഞാൻ വാലിയുടെ തന്നെ ഒരു ലൈന്, ഒരു പാട്ടിൻ്റെ ലൈന് കടമെടുത്ത് പറഞ്ഞിട്ടുണ്ട്. നാണെൻ്റെ സ്വന്നാലെ നാണല്ല നീതാൻ. അതിലെല്ലാം ഉണ്ട്. അതായത് നമ്മൾ ഇന്ന് വരെ ജീവിച്ച സാഹചര്യങ്ങൾ, ചുറ്റുപാട്, ഇതൊക്കെ ഓർത്ത് വരുന്ന സമയത്ത് ഈ തലമുറയായിട്ട്, അത് ആധുനിക അടിമകൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സമൂഹമാണല്ലോ മൂന്നാറിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ പ്രകൃതി ദുരന്തങ്ങൾ വരുന്ന സമയത്തോ അല്ലെങ്കിൽ കാട്ടാനകൾ ഇറങ്ങുന്ന സമയത്തോ വന്യജീവികൾ ഇറങ്ങുന്ന സമയത്തോ മാത്രം അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരു സമൂഹമാണ് ഞങ്ങളുടെ സമൂഹം. ഇപ്പോഴും പെട്ടിമുടി ദുരന്തം നടന്നപ്പോഴാണ് ഇതിൻ്റെ പുറകിൽ എനിക്ക് ഭയങ്കര ഒരു ഇത് എഴുതി തീർക്കണമെന്ന് പറഞ്ഞിട്ടുള്ള, നമ്മൾ നേരത്തെ സംസാരിച്ചിട്ട് ഉള്ള മാതിരി തമിഴിൽ ഓൾറെഡി ഞാൻ ഇരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ മൂന്നാറെ കുറിച്ച് നമ്മൾ കഥകൾ കേൾക്കുന്ന സമയത്ത് ഈ പുമ്പളൂർമ സമരം വന്നിരുന്നു. അപ്പോൾ അന്ന് കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഒരു പത്രമാണ് വാർത്ത കൊടുക്കുന്നത്. മൂന്നാറിലെ തൊഴിലാളികളുടെ മക്കള് തമിഴ്നാട്ടിൽ ബോഡി, തേനി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ പഠിക്കുന്നു, ഫീസ് കെട്ടിയിട്ടാണ് അവർ പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അന്ന് തിരുവനന്തപുരത്ത് ഉണ്ട്, ഗവേഷകനാണ്. അപ്പോൾ പത്രത്തിൻ്റെ ഓഫീസിൽ തന്നെ ഞാൻ പോയിട്ട് അതിൻ്റെ ഇത് എഴുതിയ ആളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും ഒക്കെ അറിഞ്ഞിട്ടാണോ ഈ ന്യൂസ് കൊടുത്തതെന്ന് പറഞ്ഞു. അവർ ഓപ്പോസിഷൻ സംസാരിക്കുന്ന രീതിയിൽ അവർ സംസാരിക്കുന്നു. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ശരിക്കും ഈ ജേർണലിസ്റ്റുകൾ, അതായത് ജേർണലിസമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ഒരു മുഖ്യ ഘടനയിലുള്ള ആൾക്കാർക്ക് പോലും മൂന്നാറിന്റെ ഉള്ളിലുള്ള ജീവിതങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം അവിടെ നിന്ന് എനിക്ക് രൂപപ്പെട്ടു. ആരാണ് മൂന്നാർ തൊഴിലാളികൾ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പൊമ്പളൂർമ സമരം ആയിരുന്നു എൻ്റെ ഒരു ഫോക്കസ് പോയിന്റ്. അപ്പോൾ അവിടെ നിന്ന് നാട്ടിൽ പോകുന്നു, ഈ വലിയ സമരങ്ങൾ നടക്കുന്നു. സ്വാഭാവികമായിട്ട് ഇതുവരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സമരം നടക്കുന്നു. അപ്പോൾ ഇത്തിരി ജനങ്ങളൊക്കെ അതിൻ്റെ പുറകിൽ സ്വാഭാവികമായിട്ട് കൂടുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും, അതായത് അവകാശം വേണമെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ആരെയും വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ വർഷങ്ങളായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്ന സമൂഹമാണ് ഈ സമൂഹം. ഇനിയും പുറത്തറിയണം. അങ്ങനെ ഒരു സമൂഹം വന്നപ്പോഴാണ് അന്ന് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ പുറത്തുള്ള ആൾക്കാർ അത് ഏറ്റെടുക്കുന്നത്, വ്യാപകമായിട്ട് ഏറ്റെടുത്തു. ഡൽഹിയിലൊക്കെ ഉള്ള സുഹൃത്തുക്കൾ, ന്യൂസ് കൊടുക്കുന്ന ആൾക്കാർ, വിദേശത്തുള്ള ആൾക്കാരെല്ലാം തന്നെ അത് ഏറ്റെടുക്കുന്നു. അപ്പോൾ മൂന്നാർ ജനങ്ങളുടെ ശബ്ദം വാസ്തവത്തിൽ അപ്പോഴാണ് പുറത്ത് കേൾക്കുന്നത്. കേരളത്തിൽ ഇന്നും വളരെ തുച്ഛമായ കൂലിക്ക് പണിയെടുക്കുന്ന ആൾക്കാരാണ് മൂന്നാറിൽ ഉള്ളത്. ഇതിന്റെ പുറകിലുള്ള കാരണങ്ങൾ തപ്പിപ്പോകുന്ന സമയത്ത് ആരാണ് വാസ്തവത്തിൽ മൂന്നാറിൽ ജീവിക്കുന്നത്? രേഖകളിൽ ഒന്നും തന്നെ മൂന്നാർ ഇല്ല. പ്രധാനപ്പെട്ട രേഖകൾ എടുത്തു നോക്കിയാണെങ്കിൽ നമ്മൾ ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന മാതിരി മൂന്നാറിൽ 3 കാലഘട്ടങ്ങളിൽ ജനങ്ങൾ കുടിയേറി പാർത്തിട്ടുണ്ട്. അത് ആദ്യത്തെ കാലഘട്ടത്തിലുള്ള ആൾക്കാരെ കുറിച്ചുള്ള ഹിസ്റ്ററി ഇപ്പൊ നമുക്ക് തപ്പിയാലും കിട്ടില്ല. അതുപോലെയാണ് പ്ലാന്റേഷൻ ഉണ്ടാവുന്ന സമയത്ത് ആധുനിക അടിമകളല്ല, അന്ന് അടിമകളായിരുന്നു. അവരെ തമിഴ്നാട്ടിൽ വരണ്ട ഭൂമികളിലിരുന്ന് കൊണ്ടുപോകുന്നു. ഞാൻ വായിച്ച ഒരു പുസ്തകമുണ്ട്, ഞാൻ എപ്പോഴും ആ പുസ്തകത്തിനെ കുറിച്ച് ഞാൻ പറയും. റെഡ് ടീ എന്ന് പറയും. അത് GH ഡാനിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറാണ് വാൽപ്പാറയിൽ തൊഴിലാളികളുടെ അവസ്ഥയെക്കുറിച്ച് എഴുതുന്നത്. പുള്ളി പറയണത്, இந்த தேயிலைக்காடுகளை தேயிலைக்காடுகள் ஆக்குவதற்காக സ്വന്തം രക്തത്തെയും വിയർവയും വാൾക്കയും കൊടുത്തു പോണ 1000 അപ്പാവികളിൻ കണ്ണീരിലിരുന്നും വിയർവയിലിരുന്നും രക്തത്തിലിരുന്നും இந்த தேநீர் ഉരുവാണത് എന്ന് പറഞ്ഞിട്ട് ഒരു ചായ കോപ്പി വെച്ചിട്ട് നല്ലൊരു ഇത്. അപ്പോൾ ഞാൻ കുറെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജനങ്ങൾക്ക് ഒരു ചരിത്രമില്ലല്ലോ. വാൽപ്പാറയിൽ തൊഴിലാളികൾ സമൂഹത്തിൽ അല്ല, ഡോക്ടർക്ക് എഴുതാൻ പറ്റി, അത് നല്ല രീതിയിൽ മുരുകവേൽ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് വിവർത്തനം ചെയ്യാൻ പറ്റി. പരദേശി എന്ന സിനിമയായിട്ട് അത് വന്നിട്ടുമുണ്ട് തമിഴിൽ. അപ്പൊ മൂന്നാർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ടൂറിസ്റ്റ് മേഖല, ഇതിന്റെ ഉള്ളറകളിലെ ജീവിതം എവിടെയുമേ ചർച്ച ചെയ്യപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇത് എഴുതി രേഖപ്പെടുത്തണമെന്ന് വിചാരിച്ചത്. സ്വന്തം മനുഷ്യരെ തന്നെ അതിൽ അവരുടെ ലൈഫ് പ്രധാനപ്പെട്ട കണ്ടന്റ് ആയിട്ട് വരണം എന്നുള്ളത്. ഇപ്പൊ ഈ പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്, അതിലൊരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതൊരു ചരിത്രപരവും സാമൂഹികവുമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ കൂടി പ്രഭാകരൻ അതിൽ നടത്തുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ എവിടെയും രേഖപ്പെടുത്തി
രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത തലമുറകളുടെ ഒരു അവർ മൂന്നാറിലേക്കുള്ള വരവ്, അവരവിടെ ജീവിതം പടുത്തുയർത്തുന്നത്, പിന്നെ അവരുടെ തൊഴിൽ മേഖലകൾ, അതിൻ്റെയൊക്കെ പറ്റി കറക്റ്റ് ഡോക്യുമെൻറ്റേഷനാണ് അതിലുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഡോക്യുമെൻറ്റേഷൻ എങ്ങനെയാണ് സാധിച്ചത്? അവരുടെ സംഭാഷണം പോലും പലപ്പോഴും പ്രഭാകരൻ അതിൽ കോട്ട് ചെയ്യുന്നുണ്ട്. ഈ കങ്കാണിമാരുടെയും മുതലാളിമാരുടെയൊക്കെ പീഡനങ്ങൾ, അതിജീവനത്തിനുള്ള അവരുടെ ശ്രമങ്ങൾ, പിന്നെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ, അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതത്തിന് വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. അത് ആ ഡോക്യുമെൻറ്റേഷൻ, ആ മുൻ രേഖപ്പെടുത്തപ്പെടാത്ത ചരിത്രത്തിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എങ്ങനെയാണ് അത് കിട്ടിയത്? ചെറുപ്പത്തിൽ ഞാനൊരു 9ാം ക്ലാസ് പഠിക്കുന്ന വരെ എൻ്റെ അമ്മയുടെ അച്ഛൻ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേരാണ് നമ്മൾ വണ്ടിയാൻ എന്ന് പറഞ്ഞിട്ടുള്ള പേരായിട്ട് ഉപയോഗിക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് ഈ കാലവണ്ടി ഓടിച്ചാലും. അപ്പോൾ ഇദ്ദേഹം ഭയങ്കര ഒരു എപ്പോഴും വേദനയെക്കുറിച്ച് സംസാരിക്കും. വേദന എന്ന് പറഞ്ഞാൽ കൈയും കാലും ശരീരവും മൊത്തം വേദനയാണ്. അപ്പോൾ ഇടയ്ക്ക് ചീത്ത പറയുകയും ചെയ്യും. അതായത് അയാളുടെ അമ്മാവനാണല്ലോ കൊണ്ട് പെടുത്തിയിട്ട് അയാൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ പിന്നെ കുറേ ചീത്ത കേട്ടാലും ആ കഥ കേൾക്കും. ചെറുപ്പം തൊട്ട് ഞാൻ കേട്ട കഥകളാണ്. അപ്പോൾ ഇദ്ദേഹം പറയും, കുറേ ദൈവങ്ങളെ പ്രാർത്ഥിക്കും. ഈ ശരീരം കൈയും കാലും മുട്ടും എല്ലാം തേഞ്ഞിട്ട് തലയിൽ മുടിയൊക്കെ പോയി ഇങ്ങനെ ഒരവസ്ഥയാണ്. മുത്തശ്ശൻ നല്ല നീളമുള്ള ആളാണ്. അപ്പം തമിഴിൽ കുറച്ച് തെരികളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ഒരു പിരിവിരിപ്പ് പോലെ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഉള്ള കഥയെ അന്വേഷിക്കണമല്ലോ, എന്താണ് ഇത്രയും. അപ്പോൾ പറയും, അന്നൊക്കെ ഇങ്ങനെ പണിയെടുത്ത് അതായത് അധ്വാനിച്ച് ആന്ത് പോയവർ നമ്മൾ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആന്ത് പോയെന്ന് പറഞ്ഞാൽ കത്തി തീർന്നവരെന്നാണ് അർത്ഥം. അപ്പോൾ ഈ ശരീരത്തിൽ ഇനി ബാക്കി ഒന്നുമില്ല. അപ്പോൾ വേദനകൾ മാത്രം ബാക്കിയുള്ള ഇതുണ്ട്. അപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഇത്ര കഥ പറയാനുണ്ടെങ്കിൽ അവിടെ സ്ത്രീകൾ ചൂഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ടല്ലോ. മീൻസ് സ്ത്രീ സമൂഹമാണല്ലോ ഈ, അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ ഇപ്പോഴും സ്ത്രീകൾ അങ്ങനെ തന്നെയാണല്ലോ ജീവിക്കുന്നത്. അതായത് നമ്മൾ സ്ത്രീപക്ഷം എന്ന് പറയുന്ന സമയത്ത് പോലും നമ്മുടെ വീട്ടിൽ സ്വന്തം കാര്യങ്ങൾ നോക്കി, പിന്നെ അന്ന് കറക്റ്റ് ജോലിയിലും കയറണം. അപ്പൊ ആത്മകഥയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന മാതിരി മുത്തശ്ശിക്ക് നടന്ന സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതും കൂടി എന്റെ പാപ്പമ്മയാണ് എസ്കേപ്പ്. ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. മീൻസ് അങ്ങനെ ജീവിക്കാനുള്ള സാധ്യതയില്ല. ഇനി പോകുന്ന വഴിയിൽ വന്യജീവികൾ വല്ലതും എന്താ സംഭവിച്ചതെന്ന് പറയാമോ? പാപ്പമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കുടുംബമാണ് ആദ്യം വരുന്നത്. അമ്മയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഈ പടിയാങ്കണി ആണ് കൊണ്ടുവന്ന് പെടുത്തുന്നത്. പടിയാങ്കണിയുടെ പടിയാങ്കാണി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കങ്കാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആള് തന്നെയാണ്. അപ്പൊ ഇയാള് വലിയ കങ്കാണി ആയിട്ട് വരുന്നു. അപ്പൊ 25 തലകളെയാണ് കൊണ്ടുവന്നത്. തലക്കാസ് എന്ന് മനുഷ്യരല്ല, തല. അപ്പൊ 25 ഫാമിലി ആൾക്കാരെ കൊണ്ടുവന്നു. ഒരാൾക്ക് ഇത്ര രൂപയാണ്. ഈ നമ്മുടെ ബോണ്ടൽ ലേബസ് നമ്മുടെ തമിഴ്നാട്ടിൽ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? കാഞ്ചീപുരം എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പൊ ജില്ലയായിട്ടിരിക്കുന്നത്. അപ്പൊ അതില് മരുതാട്, ബാദൂര് കഥകൾ എല്ലാം തന്നെ. ഏത് വർഷത്തിലായിരിക്കും? എനിക്ക് തോന്നുന്നത് 1880 അതിന് ശേഷമാണ്. അതായത് അവ്യക്തമായിട്ടുള്ള ഒരു ചരിത്രത്തെയാണ് ഞാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കാരണം ഇതിനു വേണ്ടി ഞാൻ കുറെ പുസ്തകങ്ങൾ പ്രിപ്പയർ ചെയ്തു, കുറെ സാധനങ്ങൾ റെഫർ ചെയ്തു, കുറെ വായിച്ചു. പിന്നെ ഈ തൊഴിലാളികളായിട്ട് സംസാരത്തില് അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ചില ആൾക്കാർക്ക് ചെവി കേൾക്കില്ല. അപ്പം ഒരു 100, 150, 200 ആൾക്കാരുടെ കോണ്ടാക്ട് സംഘടിപ്പിച്ചു. ജീവിച്ചിരിക്കുന്ന ആൾക്കാരിൽ 80 വയസ്സ്. അതാണ് എന്റെ ആദ്യത്തെ ഫോക്കസ് പോയിന്റ് ആയിരുന്നു. അത് പ്രത്യേകിച്ച് എൻ്റെ വൈഫ് ഈ സമയത്ത് നമ്മൾ പറഞ്ഞേ പറ്റൂ. അപ്പോൾ ഇത് എഴുതുന്നത് സിമ്പിൾ ആയിട്ടല്ല എഴുതുന്നത്. കാരണം നമ്മൾ ആൾക്കാർ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ ഓർമ്മക്കുറവുണ്ടാകും. പിന്നെയും നമ്മൾ ചോദിക്കും. അപ്പൊ ഇങ്ങനെ ഈ കഥ എന്ന് പറയുമ്പോൾ ചെറുപ്പം തൊട്ട് എൻ്റെ അമ്മൂമ്മ പറഞ്ഞ കഥ. എൻ്റെ അമ്മൂമ്മയ്ക്ക് അടി കൊണ്ടിട്ട് ബ്രിട്ടീഷ് ഈ പടിയാങ്കാനിയുടെ അടി കൊണ്ടിട്ട് അവരുടെ തൊടയിൽ ഇപ്പോഴും ഒരു അടയാളം മരിക്കുന്നവരെ ഉണ്ടായിരുന്നു. അത് എൻ്റെ വല്യമ്മ പറഞ്ഞു കൊടുക്കും. വല്യമ്മനും വല്യച്ഛനും ഇപ്പോഴും ഉണ്ട്. മണ്ണാറ് എട്ടിയമ്മ നമ്മൾ പറയും. അവരാണ് ശരിക്കും പറഞ്ഞ ഈ കഥയുടെ ഒക്കെ സോഴ്സ്. ഞാൻ പിന്നീട് അന്വേഷിപ്പോയപ്പോൾ 80 വയസ്സായി. രണ്ടുപേർക്ക് 75-80 വയസ്സുണ്ട്. അപ്പൊ രണ്ടുപേരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ അവ്യക്തമാകാതെ ഈ കഥയുടെ പുറകിൽ ഞങ്ങളുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന കുറെ കഥകളുണ്ട്. കഥ എന്ന് പറയുമ്പോൾ ഒരു ഈ കൊളോക്കൽ സമൂഹത്തിൽ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ആ ഒരു ഇതിലായിരിക്കും. അപ്പൊ എന്ത് പറഞ്ഞാലും അതിന്റെ പുറകിലൊരു കഥ. അപ്പൊ ഇങ്ങനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഈ വേദനകളെയാണ്
ശരിക്കും പറഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാരുടെ പേരൊക്കെ പിന്നീട് വന്നതൊക്കെ കറക്റ്റാ. ആദ്യത്തെ കാലത്തില് പറയും ത്വര എന്ന് പറയും, വെള്ളക്കാര ത്വര എന്ന് പറയും. ഞാൻ കൊടുത്ത പേരുകളാണ് ഇതൊക്കെ. എന്നാണ് നമ്മൾ അത് ക്ലോസ് ചെയ്യുന്നത്. ഞാൻ കൊടുത്ത കാരണം ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവന്നു, തമിഴ്നാട്ടിൽ ബാദൂരിൽ നിന്ന് നടന്നു വന്നു എന്ന് പറയുന്ന. അതേപോലെ കയത്താറ്, ഈ കയത്താർ എന്ന് പറഞ്ഞാൽ വടക്കൻ തമിഴ്നാട് തെക്കൻ തമിഴ്നാട് രണ്ടും ഉണ്ട്. ഈ തെക്കൻ തമിഴ്നാടെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയണം. കാരണം ഈ പെട്ടിമുടി ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ മരിച്ചത് തമിഴ്നാട്ടില് കയത്താർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. വീരമവണ്ടിയ കട്ടബൊമ്മന്റെ ഒരു ചരിത്രമൊക്കെ ഉണ്ട് അവിടെ. അതിന് തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് വ്യാപകമായി അവിടെ നിന്ന് വന്ന ആൾക്കാരുടെ. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലെ ഇവർ ജീവിച്ചിരുന്ന ഗ്രാമങ്ങളിലെ പട്ടിണി, അതായത് വരൾച്ച, പട്ടിണി, ദാരിദ്ര്യമൊക്കെ ആയിരിക്കും അല്ലെ അവരെങ്ങോട്ട് കുടിയേറങ്ങോട്ട്. അത് തമിഴ്നാട്ടിലിരുന്ന ആൾക്കാർ ഇവിടെ മാത്രമല്ല പോയത്, ശ്രീലങ്കയിൽ തേയിലക്കാട്ടിക്ക് പോയതിന്റെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. അടിമകളല്ലേ, പിന്നെ കൊണ്ടുപോയാ മതി. പണ്ണയാരെന്ന് പറയും, പണ്ണയാരുടെ അടിമകളായിരുന്നു. അപ്പൊ അവർക്ക് ജീവിക്കാൻ വകുപ്പില്ലാത്തത് കൊണ്ടാണ് ഈ പടിയാങ്ങാണി നമ്മളെ കഥയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു 10 രൂപ അന്ന് ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലയ്ക്ക് കിട്ടും. മീൻസ് അങ്ങനെയല്ല, അഡ്വാൻസ് ആയിട്ട് കിട്ടും. ഈ അഡ്വാൻസിൽ അവർക്ക് 1 രൂപ കൊടുത്താൽ മതി. കാരണം ഒന്നുമില്ലാത്ത ഒരാളിനെ തൊഴിലാളിക്ക് 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, കാരണം പൈസയെ കാണാത്ത ആൾക്കാരാണ് ഇങ്ങോട്ട് വരും. പിന്നെ അവരെ കൊണ്ടുവന്ന ചെലവ് ബാക്കിയെല്ലാം എഴുതി കൂട്ടും. നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ട് അവരെ പറ്റിക്കുന്ന കഥകളൊക്കെ. അപ്പൊ അങ്ങനെ ഇപ്പോഴും ഈ കുരങ്ങണി പാതയിലൂടെയാണ് കൊണ്ടുവന്നത്. അവിടെ ഡോക്യുമെന്റ്സ് എനിക്ക് കിട്ടി. മീൻസ് ഇപ്പോഴും ഞാൻ പോകുമ്പോൾ അവർ പറയുന്ന കഥയും അതിനകത്ത് ഈ കൊൽക്കത്തയിലിരുന്ന് ഞാൻ പറഞ്ഞു ഫാസറ്റ്സ് ഓഫ് 100 years ഓഫ് മൂന്നാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം, മൂന്നാറിലെ പ്ലാന്റിങ്ങിനെ കുറിച്ച് ടാറ്റ ടീ തന്നെ ആ സമയത്ത് 100 years ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിൽ അവർ കോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ പറഞ്ഞത് വെറും കഥകളല്ല, ജീവിതമാണ്. കാരണം ഇവർ തന്നെ കമ്പനിക്കാർ തന്നെ ഇത്രയും കൂലികളെ കൊണ്ടുവന്നു, അവർ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ പിടിച്ചു. എന്തുകൊണ്ട് മൂന്നാറുകാർ രക്ഷപ്പെട്ടിട്ടില്ല? അത്തരം ബ്രിട്ടീഷ് ഡോക്യുമെന്റുകൾ ഉണ്ട്. ഫാസറ്റ്സ് ഓഫ് 100 years ഓഫ് മൂന്നാർ എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. മീൻസ് ആ പുസ്തകത്തിനകത്ത് അപ്പൊ ഞാൻ ഈ കഥയെ ആദ്യം കണക്ട് ചെയ്യുമ്പോൾ ആൾക്കാർ രക്ഷപ്പെട്ടു പോയത് ഇവിടുന്ന് ഈ മഴക്കാലത്തില് കൊടും തണുപ്പില് സഹിക്കാൻ വയ്യ. അതൊക്കെ നിറയെ പേര് മരിച്ചു കാണും. അവരുടെ ലൈഫ് ഈ ഡോക്യുമെന്റേഷനിൽ കാണാൻ പറ്റുമോ? ഈ തൊഴിലാളികളുടെ ജീവിതം ഉണ്ട് ഡോക്യുമെന്റേഷനിൽ. എങ്ങനെയെന്നറിയോ, ഇത്ര കൂലികളെ ഞങ്ങൾ അത് ഒരു ഹീറോയിസം ആണ്. മൂന്നാറില് പ്രളയം ഉണ്ടായി, ആരും മരിച്ചിട്ടില്ല. മരിച്ചതിന്റെ കണക്കുകൾ വളരെ കുറവായിട്ട് 3 പേരാണ് മരിച്ചത് എന്ന് പറഞ്ഞിട്ടാണ്. 3 4 പേരോ എത്രയോ പേര് മരിച്ചു കാണും. ഒരു ഹീറോയിസമാണ്. ഞങ്ങൾ ഇത്രയും പേര് രക്ഷപ്പെടുത്തി. മാട്ടുപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമേ തകർന്ന് തരിപ്പണമായി. ഇപ്പൊ ഡാമുള്ള സ്ഥലത്ത് നേരത്തെ ജനവാസമായിരുന്നു. അപ്പം എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം അത്രയും പോകുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് ഇവർ രക്ഷപ്പെടുത്തിയത്? ഇപ്പൊ പ്രഭാകരൻ പറയുന്ന അനുസരിച്ചിട്ട് ഇപ്പോ ഈ പുസ്തകത്തിന് ആധാരമായിട്ട് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ബ്രിട്ടീഷ് ഡോക്യുമെന്റേഷനുള്ള കണക്കുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. പക്ഷെ ലൈഫ് ഈ പറഞ്ഞ പോലെ 80 വയസ്സായിട്ടുള്ള മനുഷ്യന്മാരോട് സംസാരിച്ചിട്ടാണ്. ട്രാങ്കുൽ പോലും പ്രളയം നടന്നു എന്ന് മാത്രമാണ്. അത് മരിച്ചത് കൂലികളായതുകൊണ്ടാണ്. അവരെണ്ണം ഉണ്ടാവില്ല, എണ്ണമില്ല. ഒരു മനുഷ്യന് വില കൽപ്പിച്ചിട്ടില്ല അവിടെ. അവർക്ക് എന്താണെന്നറിയോ, വീണ്ടും റീബിൽഡ് ചെയ്തു. റീബിൽഡ് ചെയ്ത സമയത്തുള്ള ഹീറോയിസോ പറയുന്നത്. മൂന്നാറിൽ പണ്ട് ട്രെയിൻ ഉണ്ടായിരുന്നു, സങ്കല്പിക്കാൻ പോലും പറ്റില്ല. മൂന്നാറിൽ ട്രെയിൻ എങ്ങനെയാണ് ആ ബോഗി മുകളിലോട്ട് കൊണ്ടുവന്നു എന്ന് പോലും. ഇത്രയും അവർ പറയണത് ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞ്, നിങ്ങൾ ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള സാധനമല്ല. അതായത് ഇതൊരു ബ്രിട്ടീഷുകാരുടെ മൂന്നാറാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള ഡോക്യുമെന്റേഷനിൽ ഉള്ളത്. ഈ തൊഴിലാളികളുടെ മൂന്നാറ് അതിൽ അപ്രത്യക്ഷമാണ്. ഇപ്പം 80 വയസ്സായ തൊഴിലാളികളുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം 80 വയസ്സായ തൊഴിലാളി എന്ന് പറയുമ്പോൾ അവരൊരു ബാല്യകാലം മുതൽ ഈ ഏതാണ്ട് 80 വയസ്സ് വരെയും തൊഴിലാളികളായിട്ട് ജീവിച്ച മനുഷ്യന്മാരായിരിക്കും അല്ലെ, മുൻ തലമുറകൾ. ഒരു 10 ഈ ചെറിയ പിള്ളേർ അന്ന് ഈ ചെടി നശിക്കാതിരിക്കാൻ വേണ്ടി പൂച്ചകളും അതുപോലെ തന്നെ എന്തേലും ഒക്കെ പുഴു അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടി ചെറിയ പിള്ളേരും പോലും തേയിലക്കാട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു കുടുംബമാണെങ്കിൽ ഒരു കുടുംബം എല്ലാ അടിമകളാണ്, അവർക്ക് എല്ലാ പണിയും ചെറിയ പിള്ളേർ തൊട്ട്. അത് നമ്മൾ കഥയിലുണ്ട്. അപ്പൊ ഇതൊക്കെ ചെറുപ്പം തൊട്ട് കേട്ടിട്ടുള്ള കഥകൾ. വാസ്തവത്തിൽ നമ്മൾ ഈ ആദ്യകാലം 900-ന് ശേഷം പ്രളയത്തിന് ശേഷമുള്ള സായിപ്പുമാരുടെ പേരൊക്കെ കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബഗനനും ഷൂട്ടറും ഈ പറയുന്ന മാർട്ടിൻ സായിപ്പ്, ഡോബി മാർട്ടിൻ, ഇതൊക്കെ അതിനു മുമ്പുള്ളത് സാങ്കല്പികമാണ്. ഇതൊരു ആത്മകഥയാണ്, ഹിസ്റ്ററി അല്ല. അപ്പൊ അതിനകത്ത് കാരണം ത്വര അടിച്ചാറ് എന്ന് പറയും.
ഷൂ പോട്ട് തൊരയെന്ന് മാത്രമേ പറയുള്ളൂ. തുറയെന്ന് മാത്രം പറയില്ല. എനിക്ക് ഏത് തുറയാണെന്ന് അറിയില്ല, ഡോക്യുമെന്റേഷനിൽ ഇന്ന തുറയാണെന്നില്ല. പിന്നീടാണ് ഈ പറയുന്ന തുറകളുടെ പേര്. അപ്പൊ ഓരോരോ എസ്റ്റേറ്റും ഓരോരോ തുറകളുടെ കീഴിലായിരുന്നു. മനസ്സിലായോ? അതായത് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ മൂന്നാറിൽ ആദ്യം 36 എസ്റ്റേറ്റ് ആണ് ഉണ്ടായിരുന്നെന്ന് കണക്കാണ്. ഇപ്പോഴും നമ്മുടെ ആൾക്കാർ അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പുറകിൽ കൃത്യമായിട്ട് ഒരു 14-15 വർഷത്തിന്റെ വർക്കുണ്ട്. ഈ ഇവരുമായിട്ടുള്ള ആശയവിനിമയവും ഒക്കെ നടത്താൻ വേണ്ടിയിട്ടല്ലേ തൊഴിലാളികളായിട്ട്. ഇയർക്കയിൽ പുള്ളികൾ വയ്ക്കാமல் പോടപ്പെട്ട കോളങ്ങൾ, അതായത് എന്ന് പറഞ്ഞാൽ തമിഴ് പുള്ളി വെച്ച് ഈ കളം മറച്ചാലേ കൃത്യമായി നിൽക്കുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. മലകളിൽ നടുവേ തേയിലക്കാട്, அதற்கு நடுவேதான் இவர்களுடைய வீடு, இயற்கையோ இவர்களுக்கு போட்டது വറുമയൻ കോട് എന്ന് പറഞ്ഞു. അതായത് ഈ പ്ലാന്റേഷൻ കൃത്യമായി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും പ്ലാന്റേഷൻ എവിടെയൊക്കെ ഉണ്ട്. അവർക്ക് പ്ലാന്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടിയ സ്ഥലങ്ങളിലാണ് ആയിരിക്കും ഈ ലൈൻസ് പണിയുന്നത്. അതുകൊണ്ടല്ലേ തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ. പ്രഭാകരന്റെ അച്ഛൻ കൃഷ്ണൻ, അമ്മ പ്രേമലത. അച്ഛൻ മരിച്ചുപോയി, അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. തൊഴിലാളി കുടുംബത്തിലെ അവരും ഈ പ്രേമലത ഇപ്പൊ അടുത്ത കാലത്താണ് റിട്ടയർ ചെയ്തത്, 19 പക്ഷെ അച്ഛന്റെ കഥ ഒരു വേറിട്ട കഥയാണ്. അത് ഇതിലുണ്ട്. അതൊരു റെബല്യൻ അന്ന് തന്നെ പ്രകടിപ്പിച്ച ഒരാളാണ്. അതായത് എനിക്ക് ബ്രിട്ടീഷുകാരുടെ അടിമകളായിട്ട് പണിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ തോട്ടം തൊഴിൽ മേഖലയിൽ നിന്ന് വിട്ടുപോയ ആളാണ്. അത് അദ്ദേഹത്തിനെ കുറിച്ചൊന്ന് പറയാമോ? അതായത് കോട്ടയത്തിൽ നിന്ന് മേസ്ത്രിമാർ വരുന്നു. അപ്പോൾ ഈ നമ്മുടെ മലയാളികളായിട്ടുള്ള ആൾക്കാർ പ്ലാനിലേക്ക് വരുന്നത് കാർപെൻറ്റേഴ്സ്, മരപ്പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ബിൽഡിങ്, മറ്റു തൊഴിലാളികളല്ല. മറ്റു തൊഴിലാളികളല്ല, ബ്രിട്ടീഷുകാരുടെ പണിക്ക് വേണ്ടി ഈ പണിക്കാണ് വരുന്നത്, ഡാം പണിയാൻ വേണ്ടി. അങ്ങനെ വന്ന ആളാണ് പിന്നീട് ഒരു റിവോൾട്ട് ആയത് നമ്മുടെ ഇക്കാന്ന് പറയുന്നത്. അച്ഛനപ്പോ ഏത് സമയത്താ വന്നിട്ടുണ്ടാവുക? അച്ഛനൊക്കെ അതേ സമയത്ത് വന്നു. അതായത് അച്ഛനും അമ്മയൊക്കെ ഒരേ ഫാമിലി ആണല്ലോ. മീൻസ് അവര് തമിഴ്നാട്ടില് ഇപ്പൊ നമ്മുടെ പ്രണയങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഫാമിലി, അമ്മയുടെ നെയ്ബർ തന്നെ ഈ ബാദൂർ എന്ന് പറയും. ബാദൂർ മരുതാട് തമ്മിൽ കുറച്ച് ദൂരമുള്ളൂ, ഗ്രാമമാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ മാമന്റെ മോനാണ് അച്ഛൻ. രണ്ടുപേരും ഒരുമിച്ചാ വന്നത്? അവരല്ല, അമ്മയൊക്കെ ഇവിടെ അല്ലേ ജനിച്ചത്. അമ്മ ജനിച്ചത് ഇവിടെ. അവരുടെ അച്ഛന്റെ നാടാണ് തമിഴ്നാട്. അച്ഛനും തമിഴ്നാട്ടിലല്ല ജനിച്ചത്, അച്ഛൻ ഇവിടെ തന്നെ, മൂന്നാർ തന്നെ ജനിച്ചത്. അച്ഛന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛനും അമ്മയുടെ അച്ഛനും അവരൊക്കെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഇവിടെ വന്നു. അവരുടെ ഫാമിലി അടക്കമാണ് ഈ 25 പേര് വരുന്ന ഫാമിലി, ഈ 25 തലകൾ. ഈ തലകളാണ് നമ്മുടെ കഥ. അതെ അതെ. അപ്പൊ അച്ഛൻ എങ്ങനെയാണ് അങ്ങനെ ഒരു വേറിട്ടൊരു ജീവിതത്തിലേക്ക് പോവാമെന്ന് തീരുമാനിച്ചത്? ശരിക്കും പറഞ്ഞ അച്ഛന് എല്ലാ കാര്യത്തെയും ഇങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ടെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അച്ഛൻ ഈ തോട്ടം തൊഴിൽ മേഖലയിൽ നിന്ന് വേറെ ഏത് മേഖലയ്ക്കാ പോയത്? അച്ഛന് ചെറിയ ചെറിയ പണി കിട്ടുന്ന കൂലിപ്പണി. അതായത് ഈ അച്ഛനക്ക് ഒരിക്കലും തേയിലക്കാട്ടിൽ പറ്റില്ല. അപ്പൊ അല്ലാത്ത പണികളും ഉണ്ടാവും. മരം മുറിക്കുന്ന ആൾക്കാർ, കൂപ്പ് പോവും ചിലപ്പോ, ചെങ്കൽ, ഇഷ്ടിക. അന്ന് ഇഷ്ടികയായിരുന്നു അന്ന്. അച്ഛന് തമിഴ്നാട്ടിലാണ് പഠിച്ചത്. തമിഴ്നാട്ടിൽ പഠിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കാരെല്ലാം തൊട്ടടുത്ത് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങി പോകുന്നത് കൊണ്ട് 7ാം ക്ലാസ് വരെ എൻ്റെ അച്ഛൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടില് വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് പഠനം ഉപേക്ഷിച്ചിട്ട് വന്നു എന്ന് പറയും. ഞാൻ ഇതും കഥകളായിട്ട് കേൾക്കുന്നുണ്ടോ ചെറുപ്പം തൊട്ട്. കുറെ ചീത്ത പറഞ്ഞാലും കഥകൾ പറഞ്ഞു തരും. അപ്പോ അച്ഛൻ പണിക്ക് പോകുന്നില്ല. അച്ഛനെ കുറിച്ച് എല്ലാവർക്കും ഇയാള് വെറുതെ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് എന്ന മട്ടില്. ഞങ്ങൾ ജനിച്ചത് എസ്റ്റേറ്റ് ലൈൻസിലല്ല. എൻ്റെ അമ്മ പറഞ്ഞ കഥകളിലൊന്നാണ്. എസ്റ്റേറ്റ് ലൈൻസിലല്ല, ഈ ചെറിയ മേസ്ത്രി വീട് എന്ന് പറയും. ഈ മേസ്ത്രിമാർക്ക് കൊടുക്കുന്ന ചെറിയ ചെറിയ വീടുകളാണ്. അത് നമുക്ക് ചുറ്റുവരയ്ക്ക് പോവാണെങ്കിൽ ഇപ്പോഴും അവിടുത്തെ ഈ മാംസം കിട്ടുന്ന മീറ്റ് സ്റ്റാളുണ്ട്, കരിക്കട പറയും. അതിന്റെ മേലിലാണ് ഞാൻ എൻ്റെ അമ്മയും എപ്പോഴും ഈ പുസ്തകം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ സംസാരിക്കും. ഞങ്ങളൊക്കെ ജനിച്ചത് അവിടെ. അനിയത്തി മാത്രമാണ്. പിന്നീട് എൻ്റെ അമ്മ അവിടെ നിന്ന് ഈ തൊഴില് അച്ഛന് എങ്ങനെയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ ആ സമയത്ത് തൊഴിലില്ലായ്മയോ അവിടെ നിന്ന് ഒരു കോൺട്രാക്ട് ആയിട്ട് തെറ്റി എന്നാണ് പറയുന്നത്. അച്ഛന്റെ ജീവിതം അബദ്ധമാണ്. അപ്പൊ അങ്ങനെ തെറ്റിയിട്ടാണ് ഈ അത് വേണ്ടെന്ന് പറയുന്നു. പിന്നീട് അമ്മയ്ക്ക് പണിയെടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. അമ്മ എസ്റ്റേറ്റില് ടെമ്പററി തൊഴിലാളിയായിട്ട് കയറുന്നു. പിന്നെ ഈ ആകെ ഒരു ചെറിയ ഒറ്റമുറിയാണ്. ഒറ്റമുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിച്ചണും അത് ഒരു റൂമും 10x10. അതില് ആ കിച്ചണിൽ താമസിച്ചിരുന്നു.
ആദ്യകാലങ്ങളിൽ. അപ്പോൾ കുറെ കഥകൾ ഇങ്ങനെ കേൾക്കും. അപ്പോൾ തമിഴ്നാട്ടിലിരുന്ന് ആ കിച്ചണിൽ താമസിച്ചിരുന്ന സമയത്ത് ഗ്രൗണ്ടിന്റെ അടുത്ത് നമ്മൾ ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ ഗ്രൗണ്ടിന്റെ അടുത്ത് ചെറുപ്പം തൊട്ട് ഫുട്ബോൾ കാണുന്നു, അതുപോലെ കഥകളും കേൾക്കും. അപ്പോൾ സുബയ്യ ഗംഗാണി എന്ന് പറഞ്ഞ ഒരു, അതായത് ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ബത്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അച്ഛനാ വിളിക്കുന്ന. അവിടെ എല്ലാവരും ബന്ധങ്ങളാണ്, അവിടെ ജാതി മതം ഒന്നുമില്ല, അങ്ങനെ അച്ഛന്ന് വിളിക്കും. അവര് ഞങ്ങൾ ചെറിയ പിള്ളേരാണ്. അപ്പോൾ അവരുടെ അടുത്ത് കുറെ കഥകൾ കേൾക്കാം. അവരൊക്കെ തിരുനെൽവേലി ഭാഗത്തിരുന്ന് വന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ കുറച്ച് മെമ്മറികൾ ചെറുപ്പം തൊട്ട് ഉള്ളത് കൊണ്ട് ഇതൊക്കെ ഒരു ഇതായി എഴുതാം. അമ്മയുടെ ജീവിതം ഒരു തൊഴിലാളി സ്ത്രീ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അല്ലേ? അമ്മ തികച്ചും തൊഴിലാളിയാണ്. അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ വന്നിട്ട് അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിട്ടുന്ന പണിക്ക് പോവും. ആരുടെ മുമ്പും അങ്ങനെ നിൽക്കാൻ ഇതില്ല, ഇഷ്ടമില്ലെങ്കിൽ വേറെ പണിക്ക് പോകും. പിന്നെ ഏറ്റവും കൂടുതൽ അച്ഛൻ വന്നിട്ട് പച്ചക്കറി, മൂന്നാറില് അന്ന് ഭയങ്കര പച്ചക്കറി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഏജന്റുമാർ വരുന്ന സമയത്ത് അവര് വലിയ തുക ഒന്നും കൊടുക്കില്ല. ചിലപ്പോ നമ്മുടെ തൊട്ടടുത്ത എസ്റ്റേറ്റിലെ എലപ്പെട്ടി, ഗുണ്ടല അവിടെ നിന്നൊക്കെ ആയിരിക്കും ഏജന്റുമാർ വരുന്നത്. അവർക്ക് അവരെ സഹായിക്കുന്ന ഒരാളായിട്ടാണ് പച്ചക്കറി എടുക്കുക, പോവുക, നിറുക്കുക, വണ്ടി കയറ്റി വിടുക, കിട്ടുന്ന പൈസയിൽ നമുക്ക് എന്തെങ്കിലും മാംസമോ മീനോ അങ്ങനെ ഡെയിലി റുട്ടീൻ ലൈഫിൽ ഒരു തൊഴിലാളിയുടെ ജീവിതമാണ് അച്ഛൻ നയിച്ചിരുന്നത്. മൂന്നാറിലെ ഒരു സാധാരണ തോട്ടം തൊഴിലാളിയുടെ ജീവിതം എങ്ങനെയാണ് ഇന്ന് വളരെ ദൈനികമാണെന്ന് പറയണത്. ആൾക്കാർക്ക് അന്ന് 500 പേര് ഒരു ഡിവിഷനിലും ഉണ്ടായിരുന്നു. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഗ്രാമം പോലാണ്. 500 പേരെ കൊണ്ട് ചെയ്യിപ്പിച്ച പണി ഇന്ന് 250 പേര് 200 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്താ കാരണം? തൊഴിലാളികൾ ഇല്ലാതായത്. DRS എടുത്ത് തൊഴിലാളികൾ പോയല്ലോ വ്യാപകമായിട്ട്. നമ്മൾ പണിയിലും മാറ്റം വന്നില്ല. കടുത്ത ചൂഷണമാണ്. കടുത്ത ചൂഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു ചൂഷണമാണ് ഇപ്പൊ നടക്കുന്നത്. നമ്മൾ ഈ കേരളം എന്ന് പറഞ്ഞാൽ തൊഴിലാളി സംഘടനകളുടെ ഒരു അവകാശ ബോധത്തിന്റെ ഒരു നാട് എന്നുള്ള രീതിയിൽ തൊഴിലാളികളുടെ അടിസ്ഥാന അവകാശങ്ങളൊക്കെ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത ഒരു നാട് കൂടിയാണ്. വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ട്രേഡ് യൂണിയൻ മുന്നേറ്റങ്ങൾ നടന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. മൂന്നാറിലെ തൊഴിലാളി സംഘടനകളുടെ ഒരു സ്വഭാവം പ്രവർത്തനം എങ്ങനെ വിശദീകരിക്കാൻ കഴിയാം? ആദ്യത്തെ കാലങ്ങളിൽ ഓക്കെ ആയിരുന്നു. അതായത് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഈ 75 വരെ ശക്തമാണല്ലോ തൊഴിലാളി സംഘടന. അത് ഏതൊക്കെ സംഘടനകളുള്ളത്? INTUC, AITUC, CITU ഇതായിരുന്നു ആദ്യം. പിന്നെ SIPW യൂണിയൻ എന്ന് പറഞ്ഞു പറഞ്ഞു, സൗത്ത് ഇന്ത്യൻ പ്ലാന്റേഴ്സ് മുൻപുണ്ടായിരുന്നു, പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ. ഇതൊക്കെ പ്രാദേശികമായിട്ട് ഈ CITUവിന്റെ വ്യവസായ സംഘടനകളിൽ തന്നെയാണ്. അവിടെ വന്ന് DE യൂണിയൻ, DEE ദേവികുളം എസ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ, DEW യൂണിയൻ ദേവികുളം എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ. ഇതൊക്കെ ഈ വ്യവസായ സംഘടനകളായിട്ട് അതിന്റെ പേരിലാണ് നേരത്തെ തൊട്ട് ഈ സംഘടനകൾ. എന്തായാലും കേരളത്തിന്റെ ഭാഗമായതിനു ശേഷം എനിക്ക് തോന്നുന്നത് ഒരു 70-കളുടെ ശേഷമാണ് മൂന്നാറിൽ തൊഴിലാളികൾ സംഘടന ഒന്ന് ക്ലർച്ചി പിടിക്കുന്നത്. കാരണം 75 വരെ ഇവിടെ ഫിൻലേ ഉണ്ടായിരുന്നു. ഫിൻലേ ആയിരുന്നു ടാറ്റയുടെ മുമ്പ്, ഫിൻലേയുടെ കമ്പനി ആയിരുന്നു അത്. അപ്പോൾ ഫിൻലേക്കും ടാറ്റയ്ക്കും ടാറ്റയ്ക്ക് കൈമാറുന്ന 74 ശേഷമാണ്. അതുവരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ എല്ലാ സ്വഭാവവും മൂന്നാറിലുണ്ടായിരുന്നു. 75 വരെ മാറ്റം ഉണ്ടായിട്ടില്ല, വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന് തൊഴിലാളി യൂണിയനുകളുടെ പ്രവർത്തനം പോലും അന്ന് സാധ്യമായിരുന്നില്ല, കുറവാണ്. ആദ്യം കങ്കാണിമാർ യൂണിയൻ എന്നാണ് ഒരു യൂണിയൻ ഉണ്ടാക്കിയത്. പിന്നെ തൊഴിലാളികളെ വന്നിട്ട് ഭിന്നിപ്പിക്കുക എന്നൊരു സംഭവം. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒക്കെ വളരെ ഭയങ്കര പൊളിറ്റിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ നടന്നിരുന്ന പീരീഡ് കൂടിയാണല്ലോ അല്ലെ? 1900 BS മൂന്നാറിൽ താമസിക്കുന്നു. ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. പിന്നെ അവിടെ നിന്ന് ദേവികുളത്തിൽ നിന്ന് റോസമ്മ ജയിപ്പിക്കുന്നു. പൊളിറ്റിക്കലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ കൂടെയാണെങ്കിലും ഇതിന്റെ ഉള്ളറകളിൽ ശക്തമായി, അതായത് വളരെ ശക്തമായി ഒരു അവയർനെസ് വരുന്നത് 70-ക്ക് ശേഷമായിരിക്കും. 70 വരെ തികച്ച അടിമകളാണ്. കാരണം എനിക്ക് അത് പാരലായിട്ട് രൂപപ്പെടുന്ന അത്ര ശക്തമായിരുന്നില്ല. കാരണം നിയന്ത്രണം മൊത്തം ബ്രിട്ടീഷുകാരായതുകൊണ്ട് വലിയ തോതിലില്ല. കാരണം അവരെ കണ്ടുപിടിച്ച് വേട്ടയാടാണ്. അങ്ങനെ ഒരു കാലഘട്ടം കൂടിയാണല്ലോ. 75-ലാണ് ഇത് ഫിൻലൈന്ന് കൈമാറ്റം നടക്കുന്ന എപ്പോഴാണ് ടാറ്റയിലേക്കുള്ള? 74-75 കാലഘട്ടം. അപ്പൊ അതിനുശേഷമാണ് ഈ സംഘടനകൾ CITU-യും AITUC-യും ഒക്കെ ശക്തമാകുന്ന ഏതർത്ഥത്തിലാണ് അവരുടെ ഒരു ആരെയും പേടിക്കാതെ സ്വാതന്ത്ര്യമായിട്ട് ഒരു ചിന്ത തോന്നിയ സമയം, അങ്ങനെയാ പറയണം. ആദ്യകാല നേതാക്കൾ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് 75-ന് ശേഷം മൂന്നാറില്
ഈ തൊഴിലാളി പക്ഷത്തു നിന്ന് നടന്നിട്ടുള്ള പോരാട്ടങ്ങൾ, ട്രേഡ് യൂണിയനിസ്റ്റ് മൂവ്മെന്റുകളുടെ ഭാഗമായിട്ട് എന്തൊക്കെ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്? അത് പുസ്തകത്തിൽ നമ്മൾ വിവരിക്കുന്നുണ്ട്, ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മൾ വിവരിക്കുന്നുണ്ട്. അതായത് അന്ന് വരെ ഈ അവധികൾ അവർ കൊടുക്കുന്നതാണ്, പിന്നെ മുതലാളിമാർ കൊടുക്കുന്നതാണ്, അതിനുശേഷമാണ് നേടിയെടുക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലെ ഉത്സവങ്ങളാണെങ്കിൽ എന്തായാലും തമിഴ് ഓറിയന്റഡ് സൊസൈറ്റി ആണല്ലോ. ഇപ്പൊ ആടി എന്ന് പറഞ്ഞാൽ, ആടി എന്ന് പറഞ്ഞാൽ കർക്കടകം തമിഴ്നാട്ടിലെ ഒരു ഇപ്പോഴും അതേ സിസ്റ്റമാണ് തുടർന്നത്. 2 ദിവസം ലീവ്, ദീപാവലിക്ക് 1 ദിവസം ലീവ്. പിന്നെ അമ്പലങ്ങൾ പണിയാം. അമ്പലങ്ങൾ പണിയുന്നത് തൊഴിലാളികളെ സൂചിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തതാണ്. അത് അപ്പൊ മൂന്നാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തന്നെ ഇവരുടെ ഡോക്യുമെന്റിനകത്ത് പറഞ്ഞിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ മൂന്നാർ എന്നല്ല പേര്, ശിവൻമല ഹിൽസ് എന്നാണ് പറയുന്നത് ഫസ്റ്റ്. അപ്പൊ അതില് ഒരു ചരിത്രമുണ്ട്. പിന്നീടാണ് ദേവികുളം അങ്ങനെയൊക്കെ പേര് വരുന്നത്. അപ്പൊ മൂന്നാറിലെ ചർച്ച് ഉണ്ടായിരുന്നു. സ്കോട്ടിഷ്, സ്വിറ്റ്സർലാൻഡ് ഇവരുടെ ചർച്ചുകൾ ആദ്യം തന്നെ പണിത ഒരു ചരിത്രത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എല്ലപ്പെട്ടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിലനിൽക്കുന്ന ചർച്ചിന് 150 വർഷം, 100 വർഷത്തിന് മേലിൽ പഴക്കമുണ്ട്. അപ്പൊ ഇതിൽ ഫാസറ്റ്സ് ഓഫ് കൺട്രീസ് ഓഫ് മൂന്നാറിൽ ചിറ്റിവരയെ കുറിച്ച് പറയുന്നുണ്ട്. രസകരമായിട്ട് ചിറ്റിവരയിൽ ആദ്യം തന്നെ ഈ ക്രിസ്ത്യൻ മിഷനറികളിലാണല്ലോ ആദ്യം വരുന്നത്. ബ്രിട്ടീഷുകാർ വരുമ്പോൾ അവരുടെ വരവും നമുക്ക് അതിൽ നിന്ന് അകത്താൻ പറ്റില്ല. അപ്പോൾ ചർച്ചിലെ ആൾക്കാർ അല്ലെങ്കിൽ ഈ മതപ്രവാചകന്മാർ ചിറ്റിവര ബംഗ്ലാവിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു, ബംഗ്ലാവ് ഉണ്ട് ഇപ്പോഴും എന്ന് പറഞ്ഞിട്ടുള്ള കുറിപ്പുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ അപ്പൊ 860 870 കാലഘട്ടത്തെ യൂഹിച്ചെടുക്കുന്നത്. മനുഷ്യരില്ലാത്ത ഒരു സ്ഥലത്തില് ഒരു മിഷനറി പ്രവർത്തനം സാധ്യമല്ലല്ലോ. തൊഴിലാളികളുടെ ഈ പറഞ്ഞ പോലെ വളരെ ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള ജീവിതത്തിന് അവരുടെ അവകാശങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ കൃത്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ്. കൃത്യമായി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാന്ന് ഉത്തരവുള്ളൂ. കാരണം അവരും ഒരു പരിമിതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. കാരണം സ്വന്തം ലാൻഡ് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. ആദ്യകാലങ്ങളിൽ ഈ നേതാക്കളായിട്ട് രൂപപ്പെടുന്ന ആൾക്കാരെ ഈ മൂന്നാർ ടൗണിൽ ചുറ്റുവട്ടത്തിൽ മാത്രം കുറച്ച് ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുന്ന, ടാറ്റയുടെ പരിമിതിയിൽ വരാത്ത അല്ലെങ്കിൽ കമ്പനിയുടെ പരിമിതിയിൽ വരാത്ത സ്ഥലങ്ങളുള്ളൂ. അല്ലെങ്കിൽ ഇവരെ ചൂഷണം ചെയ്യുമല്ലോ, കാരണം ജോലിയിലിരുന്ന് പുറത്താക്കും. അപ്പോൾ അവരുടെ ജീവിതത്തിനെ പേടിച്ചിട്ട് ആ പരിമിതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു എന്നാണ് പറയണത്. കാരണം ഇതിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആദ്യകാല കങ്ങാണിമാരുടെ വെല്ലച്ചാമിയും മറ്റേ ആ വെല്ലച്ചാമി നമ്മൾ പറയണത് ഒരു പേരാണെങ്കിലും ഒരു സൊസൈറ്റിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. കാരണം കൊടിമരം വയ്ക്കുന്നത് തകർക്കുന്നു. ആദ്യകാലത്തിൽ ഭയങ്കര ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ ഇപ്പോഴും. അപ്പൊ തമിഴ് തൊഴിലാളികളാണെങ്കിലും അതും കൂടി നമ്മൾ ചേർത്ത് പറയണം. അതങ്ങനെയാണല്ലോ പറയപ്പെടുന്നത്. അപ്പൊ 1956 തന്നെ ഈ സർക്കാർ രൂപപ്പെട്ടതിന് ശേഷം EMS പറയുന്നുണ്ട്, ഈ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് മൂന്നാറിൽ വന്ന് സംസാരിച്ചിട്ടുമുണ്ട്. അതിന്റെ രേഖകൾ EMS സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടോ ഈ എപ്പോഴും ഒരു കമ്പനിയുടെ മൂന്നാറായി മാറുന്നു. അതിന്റെ പുറകിലുള്ള ഒരു ഇപ്പോഴും നമ്മൾ വന്നിട്ട് ഒരു അടിമകളാണ്. നവീന അടിമകളൊന്നും പറയാൻ പറ്റില്ല, സ്ലേവ്സ്. അതെന്തുകൊണ്ടാണ് മൂന്നാർ ഇപ്പോഴും കമ്പനിയുടെ മൂന്നാറായി നിലനിൽക്കുന്നത്? ഇത്രയും അധികം രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ. അതാണല്ലോ നമ്മൾ ചോദ്യചിഹ്നമായി നിർത്തിയിരിക്കുന്ന പുസ്തകത്തിൽ. ഇനി സമൂഹ പ്രഭാകരൻ എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഈ അടിമത്വം എന്ന് പറയുന്നത് എന്തുകൊണ്ടോ ആൾക്കാർ വളരെ വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ഥലം മൂന്നാർ മാറിത്തീരും. അതല്ല, അപ്പൊ നേരത്തെ പറഞ്ഞ നമ്മൾ സംസാരിച്ചതിന്റെ തുടർച്ച ആയിട്ട് ബന്ധപ്പെടുത്തിയാൽ ഇപ്പൊ ഈ ട്രേഡ് യൂണിയനിസം ഇടപെട്ടുയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ട്രേഡ് യൂണിയൻ മൂവ്മെന്റുകൾക്ക് ഈ മൂന്നാറിലെ തൊഴിലാളികളെ രാഷ്ട്രീയമായിട്ട് പരിവർത്തനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നല്ല എൻ്റെ ഒരു. രാഷ്ട്രീയമായിട്ട് പരിവർത്തനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതിലുപരി അതിനകത്ത് സംഭവിക്കുന്നത് എന്താന്ന് പോലും മനസ്സിലാവുന്നില്ല. മനസ്സിലായോ? തൊഴിലാളികൾ രാഷ്ട്രീയം ഉള്ളത് കൊണ്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത്, കോൺഗ്രസും വോട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ തൊഴിലാളികളുടെ പരിമിതി അത് മൂന്നാർ ചെയ്തു. പക്ഷെ അവരുടെ അവകാശബോധങ്ങളിലേക്ക് ഈ പൊളിറ്റിക്സ് എന്താണ് വരാത്തതെന്നാണ്. അവകാശബോധങ്ങളെ പരിമിതപ്പെടുത്തുന്നത് ആരാണ് എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് സമൂഹത്തിനോട് ഈ ചർച്ച വയ്ക്കുന്നതും ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നതും അതാണ്. കാരണം ഞാൻ പറയണത് മൂന്നാർ ഒരു ശരാശരി കേരളീയനെക്കാളും 50 കൊല്ലം 60 കൊല്ലം പുറകിലാണ് മൂന്നാർ തൊഴിലാളികൾ എന്നും ജീവിക്കുന്നത്. സ്വന്തമായിട്ട് സ്ഥലമില്ല, സംസാരിക്കാൻ പേടിയാണ്, ഒരു വില്ലേജ് ഓഫീസിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റില്ല. കാരണം ഭാഷ വലിയ പ്രശ്നമാണ്. ഭാഷയെ കുറിച്ച് സംസാരിച്ചിട്ടേ പറ്റുള്ളൂ. കാരണം 1956 കേരളത്തിന്റെ ഭാഗമായ മൂന്നാറിൽ
ആൾക്കാർ ഇന്നും നോൺ റെസിഡൻഷ്യൽ കേരളത്തിന്റെ അകത്തെയാണ് NRK. ഞങ്ങളുടെ റേഷൻ കാർഡ് അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം കേരള സമൂഹം മൂന്നാറിന്റെ ആൾക്കാരെ, മൂന്നാർ തൊഴിലാളികളെ ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ് കേരളത്തിന്റെ പൊതുസമൂഹവും കേരളത്തിലെ രാഷ്ട്രീയ ഭരണകൂട സംവിധാനം ഉൾക്കൊള്ളാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് ഉൾക്കൊണ്ടിട്ടില്ല. അതൊരു പരാജയമാണല്ലോ ശരിക്കും പറയാം, രാഷ്ട്രീയമായിട്ടുള്ള തീർച്ചയായിട്ടും വലിയ പരാജയമാണ്. കാരണം കേരളത്തിന്റെ ഗവൺമെന്റുകൾ മൂന്നാർ തൊഴിലാളികളെ എന്നും കാണുന്നത് സെക്കൻഡറി പീപ്പിൾസ് എന്ന നിലയിലാണ്. അതേപോലെ ഈ ടാറ്റയെ പോലുള്ള തോട്ടം ഉടമകൾക്ക് ഈ മൂന്നാറിലെ തൊഴിലാളി സംഘടനകളെ വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടോ? ആയിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. തൊഴിലാളി സംഘടന വിലയ്ക്ക് വാങ്ങുന്നു എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ ഒരു സാധനം വെച്ച് പരിമിതിപ്പെടുത്തുന്നു. അപ്പൊ ഞാൻ എന്റെ പരിമിതിപ്പെടുത്തുന്ന പറഞ്ഞാൽ സ്വന്തമായി ലാൻഡ് ഇല്ലാത്തതാണ് അവിടെ വിഷയം. ഒരു തൊഴിലാളി സംഘടനയുടെ നേതാവോ അല്ലെങ്കിൽ അവകാശ ബോധമുള്ള ആൾക്കാരോ സംസാരിക്കുകയാണെങ്കിൽ അവർ വേട്ടയാടപ്പെടുമ്പോ വീണ്ടും ആ സിസ്റ്റത്തിലോട്ട് കടക്കണം. കാരണം വേറെ വഴിയില്ല എന്നത്. പിന്നെ വലിയൊരു റെവല്യൂഷൻ ഇതുവരെ മൂന്നാറിൽ നടന്നിട്ടില്ല എന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട്. അത് ഭൂമിയും ഇപ്പോഴും ആ മൂന്നാറിലെ ഭൂമി ഇപ്പോഴും ടാറ്റയുടെ കയ്യിൽ തന്നെയാണ് ഭൂരിഭാഗം ഭൂമി, അല്ലെ? പാട്ടയത്തിന് കൊടുത്തിരിക്കുക എന്നാണ് പറയപ്പെടുക. കാരണം നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞ വിഷയമാണ്. അതെ. ഈ ഭൂമിയിലെ തൊഴിലാളികളുണ്ടോ അവിടെ? ഭൂമിയിലെ തൊഴിലാളികളില്ല. ഇല്ല. ഭൂമി സ്വന്തമായിട്ടുള്ള തൊഴിലാളി കുടുംബങ്ങളൊന്നുമില്ല, വളരെ കുറവാ. ഒരു 5%. അവർക്ക് എങ്ങനെയായിരിക്കും ഭൂമി കിട്ടിയിട്ടുണ്ടാവുക? ഇത് അവിടെ ജീവിക്കുന്ന എല്ലാം SC കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാരാണല്ലോ. ദേവികുളം നിയോജക മണ്ഡലമേ SC മണ്ഡലങ്ങളാണ്. ഇതിനകത്ത് രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സമൂഹത്തിലിരുന്ന് തന്നെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതെന്നാണ് ഞാൻ ഗവേഷണത്തിൽ കണ്ടെത്തിയത്. കാരണം അവര് കൃത്യമായിട്ട് ആ സമൂഹത്തിലിരുന്ന് വരുന്ന പഞ്ചായത്ത് മെമ്പറാണ്, ആ സമൂഹത്തിലിരുന്ന് വരുന്ന വീണ്ടും പദവിയിലേക്ക് വരുന്ന ആൾക്കാരാണ്. എന്നാലും ഒരു തമിഴ്നാട് പൊളിറ്റിക്കൽ സിസ്റ്റം മൂന്നാറിൽ നിലനിൽക്കുന്നു. കൈക്കൂലി കൊടുക്കുന്നവനക്ക് ലാൻഡ് കൊടുക്കുന്ന പരിപാടി. പിന്നെ പറ്റിക്കാന്ന് പറഞ്ഞ അടിമുടി, അത് ചരിത്രം പരിശോധിക്കേണ്ടി വരും. അടിമുടി പരിശോധിക്കേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണ് ഈ മിച്ചഭൂമി കൊടുക്കുന്ന പദ്ധതിനകത്ത് 1956 ശേഷം മൂന്നാറിൽ തൊഴിലാളികൾക്ക് എത്ര പേർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഗവേഷണം നടത്താനുള്ള സംവിധാനമാണ്. കാരണം നമ്മളിപ്പോ സീറോ ലാൻഡ് പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തിൽ, അതിനു മുമ്പ് EMS ഭവന പദ്ധതി, ഇപ്പൊ വന്ന് ലൈഫ്. പക്ഷെ അതൊക്കെ ഭൂമിയിൽ നിന്നുള്ള അവകാശത്തിൽ നിന്ന് ഇവരെ കുടിയൊഴിക്കാനുള്ള ഗൂഢപദ്ധതികൾ കൂടിയാണ് ഈ ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെതിരെയുള്ള ദളിത് പക്ഷത്തു നിന്നുള്ള വിമർശനം അതാണ്. അതായത് ഭൂമിയാണല്ലോ അടിസ്ഥാന വർഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ആ അവകാശം, ആ ഭൂമിയിൽ നിന്നുള്ള അവകാശത്തിൽ നിന്ന് അവരെ ശരിക്കും കുടിയിറക്കുകയാണ് ഈ വീട് കൊടുക്കുന്നതിലൂടെ. വീടാണല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു സംവിധാനമായിട്ട്. മൂന്നാറില് തേയിലത്തോട്ടം തൊഴിൽ മാത്രം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വലിയ പ്രശ്നം വരുന്നത്. അതെ, തോട്ടം ഭൂമി ഇതിൽ നിന്ന് ഭൂപരിഷ്കരണത്തിൽ നിന്ന് കാരണം വേറെ തൊഴിലുകൾ ഇല്ലാത്ത ഒരു ലെവലിൽ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ആ സിസ്റ്റത്തിന്. കാരണം കമ്പനി അറിയാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല. നിങ്ങളുടെ ഒരു മൂവ്മെന്റ് പോലും നടക്കില്ല. നിങ്ങളല്ല, ആ സമൂഹത്തിൽ ഏത് മൂവ്മെന്റും വ്യത്യസ്തമായ ആൾക്കാരായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് പറയാണ്, കമ്പനിക്കെതിരായിട്ട് എന്തെങ്കിലും ന്യൂസ് കൊടുക്കുകയാണെങ്കിൽ പോലും അവരെ വിളിച്ചിട്ട് നിങ്ങൾ വന്ന് നമ്മളെ കാണണം എന്ന് പറഞ്ഞിട്ട് കമ്പനി ഇപ്പോഴും ഒരു റൂളിംഗ് ആണ്, വലിയൊരു റൂളിംഗ് ആണ്. ഇപ്പോ കണ്ണൻ ദേവൻ ആണല്ലോ കമ്പനി നടത്തുന്നത്. അത് ഇവർ തമ്മിലുള്ള ഈ ബോണ്ടുകളെ അവ്യക്തമായിട്ടുള്ള ബോണ്ടുകളാണ്. അതായത് കമ്പനിക്കാർക്കും സർക്കാർക്കുള്ള ബോണ്ട് എന്താണ് ഈ ജനാധിപത്യ ഇന്ത്യയില്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മാറി മാറി ഭരിക്കുന്ന ഈ കേരളത്തില് മൂന്നാറിന്റെ ലാൻഡ് ആരുടെ കൈവശമാണ്? വ്യക്തമായ ചരിത്രങ്ങൾ പുറത്ത് കൊണ്ടുവരണമല്ലോ. അത് അതിനുവേണ്ടിയാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മാഞ്ചോളയിൽ ഒരു കാര്യം സംഭവിച്ചു തമിഴ്നാട്ടില്. ഇത്ര വർഷം ബോണ്ടാണ്. സ്വാഭാവികമായിട്ട് തൊഴിലാളികൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവാണ്. അപ്പൊ ഈ ബോണ്ടിനെ നിലനിർത്തുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഈ സമൂഹത്തിന്റെ ജീവിതം ഇനിയെങ്കിലും പുറത്ത് ശ്രദ്ധിക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഈ തോട്ടം ഭൂമി മുഴുവനും ദേശസാൽക്കരിക്കണമെന്നും ഈ തോട്ടം മേഖലകളെ തൊഴിലാളികളുടെ ഉടമസ്ഥതയിൽ പുനഃസംഘടിപ്പിക്കണമെന്നൊക്കെയുള്ള ചർച്ചകൾ പല കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഈ വിഷയത്തിനുള്ള സമീപനം കാരണമാണ് കേരളത്തിൽ അത് നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫലത്തിൽ മൂന്നാർ ഇപ്പോഴും ടാറ്റയുടെ ഒരു സ്വന്തം സാമ്രാജ്യമായിട്ട്, കണ്ണൻദേവന്റെ സാമ്രാജ്യമായിട്ട് 2005 തൊട്ട് അവർ കൈമാറി എന്നാണ് പറയുന്നത്. തൊഴിലാളികളെല്ലാം ഷെയർ ഹോൾഡേഴ്സ് ആണ് പറയുന്നത്.
2005 കണ്ണൻദേവൻ. ടാറ്റ കണ്ണൻദേവന് കൊടുക്കുന്നത്. അതെ അതെ. അപ്പൊ മൂന്നാർ ഇപ്പോഴും കണ്ണൻദേവന്റെ ഒരു സാമ്രാജ്യമായിട്ട് സാമ്രാജ്യമാണ്. തുടരും. അതിലേക്ക് ഒരു പുറത്തുനിന്നുള്ള ഒരു എൻട്രി സാധ്യമല്ലാത്ത വിധം അല്ലെ. അതെ. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഈ തൊഴിലാളി സംഘടനകളൊക്കെ ഈ കണ്ണൻദേവന്റെ ഒരു പാർട്ട്ണർമാരായിട്ടാണ് ഇപ്പോഴും. അത് അവർ സ്വയം പരിശോധന നടത്തേണ്ടതാണ്. കാരണം ഇത്രയും നമ്മൾ കാര്യങ്ങൾ തുറന്നു വച്ചിരിക്കുന്നു. ഒരു സമൂഹം ഇങ്ങനെ കിടക്കണം. അപ്പൊ ആ സമൂഹത്തിൽ എന്തൊക്കെ പരിഷ്കരണം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ആത്മപരിശോധന നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു പുസ്തകം വന്നതോടുകൂടിയല്ല, നമ്മൾ പൊതുവെ എഴുതുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ചൂസ് ചെയ്തവർക്ക് വേണ്ടിയാണ് നമ്മൾ എഴുതുന്ന ചരിത്രങ്ങളെല്ലാം. ബേസിക്കലി നമ്മൾ തൊഴിലാളി വർഗത്തിന്റെ കൂടെയാണ്. അപ്പോൾ ചെങ്കര സമരം നടന്ന സമയത്ത് ഞാൻ വളരെ ചെറിയ പയ്യനാണ്. അന്ന് കേരളത്തിൽ നടന്ന സാധനങ്ങൾ നമുക്കറിയാം. ചെങ്കര സമരനായകൻ ഭൂമി ചർച്ചയിലോട്ട് പോയിട്ട് പുറത്തു വന്ന മാധ്യമങ്ങളോട് ഇപ്പോൾ യൂട്യൂബിൽ അത് കിടപ്പുണ്ട്. അവകാശപ്പെടുന്നവർ ജാതിയൊക്കെ പറയുന്നുണ്ട്. നായരാണെങ്കിൽ നമ്പൂതിരി ആണെങ്കിൽ നിങ്ങൾ 15 അല്ല 20 സെന്റ് കൊടുക്കും. ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് അല്ലേ ഇന്ന വിഭാഗത്തിൽ കുടിയേറ്റ തൊഴിലാളികളുടെ അവസ്ഥ എങ്ങനെ വന്നു. കേരളത്തില് വളരെ സങ്കീർണമാണ് കുടിയേറ്റ തൊഴിലാളികളുടെ. അത് പ്രത്യേകിച്ച് ഈ പ്ലാന്റുകളിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ ജീവിതം തന്നെയാണ്. കാരണം ഇവർ ഒരിക്കലും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുന്നേ ഇല്ല. ഇവരുടെ ജീവിതം ഇപ്പോഴൊരു കുടിയേറ്റ സ്റ്റാറ്റസ് തന്നെയാണോ? അതെ, കുടിയേറ്റക്കാരാണ്. പക്ഷെ എത്രയോ തലമുറകൾ മുൻപ് 1-2 തലമുറകൾക്ക് ശേഷം അവിടെ ജനിച്ചു വളർന്ന മനുഷ്യന്മാരാണല്ലോ. അതെ, കേരളത്തിൽ ജനിച്ചു വളർന്ന സമൂഹമല്ലേ. എന്റെ അപ്പൻ അപ്പ കാലം തൊട്ടുള്ള ആൾക്കാരല്ല ഇവിടെ ജനിച്ച ആൾക്കാർ. അവർക്ക് ഇപ്പൊ 70 അവരെ ഒരു മലയാളികൾ എന്നുള്ള ഒരു ഐഡന്റിറ്റിയിലേക്ക് വന്നിട്ടില്ല അല്ലേ. മലയാളം പഠിക്കാത്തത് വലിയ പ്രശ്നമാണ് അവിടെ. മലയാളം പഠിപ്പിക്കാത്തത് കാരണം കന്യാകുമാരിയെ തമിഴ്നാട്ടിലേക്ക് കൈമാറിയ സമയത്ത്, അതിർത്തി പങ്കിടുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാരെ കൃത്യമായി അവർ തമിഴ് പഠിപ്പിച്ചിട്ടുണ്ട്. അവര് മുഖ്യധാരയിലുണ്ട് കന്യാകുമാരിയിലെ ജനങ്ങൾ മലയാളികളാണ്. അപ്പൊ മൂന്നാറുകാരെ മാത്രം മലയാളം പഠിപ്പിക്കാത്തത് കൊണ്ടാണ് മൂന്നാറുകാരെ ഇന്നും കൈകെട്ടി നിൽക്കേണ്ടി വരുന്നത്. അതാണ് അതിന്റെ വാക്ക്. അതാണ് ഒരു വില്ലേജ് ഓഫീസറിന്റെ മുമ്പ്, ഒരു താലൂക്ക് ഓഫീസിന് മുമ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യത്തിന് മുമ്പ് മലയാളം അറിയാത്തത് കൊണ്ട് മാത്രം അവസരങ്ങൾ നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ്. മലയാളം പഠിപ്പിക്കാത്തത് കൊണ്ട്, കൃത്യമായി മലയാളം പഠിപ്പിക്കാത്തത് കൊണ്ട് ഇപ്പോഴും ആ ചൂഷണങ്ങൾ തുടരുകയാണ്. ഇപ്പൊ ഭൂമിയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ VS അച്യുതാനന്ദന്റെ സമയത്താണ് മൂന്നാറിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഇഷ്യൂ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തുന്നത്. അത് പല രീതിയിൽ പരാജയപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ശ്രമം പരാജയപ്പെടുത്തപ്പെട്ടു എന്ന് തന്നെ പറയാം. അന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടല് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇമ്പാക്ട് അവിടുത്തെ മൂന്നാറിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് നല്ല രീതിയിൽ എന്നെ എഴുതാൻ സഹായിച്ചിട്ടുണ്ട്. ഇൻഫ്ലുവൻസ് മൂന്നാർ ജനങ്ങൾക്കുണ്ട്. അത് ഏത് തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ആണ്? ഏത് തരത്തിൽ എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് തോന്നുന്നത് ചാനലുകളിൽ മൂന്നാറിലോട്ട് വരുന്നു. അതെ. അപ്പം ആ ചാനലുകളിൽ ഞാൻ ചെറിയ പയ്യനായിരുന്നു, കോളേജിൽ പഠിക്കുന്ന പയ്യനായിരുന്നു. ഈ ഭൂമിയെല്ലാം അന്ന് വരെ അവർ കണ്ടിരുന്നതെല്ലാം തന്നെ തേയിലക്കാടുകൾ മാത്രമാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു അവകാശവാദം വന്നപ്പോൾ ഇനി ഈ ഭൂമി കമ്പനിയുടെ അല്ല, കമ്പനിക്കാരെ ഇവിടെ പാട്ടയത്തേക്കാണ് എടുത്ത് നടത്തുന്നത്. ഈ ഭൂമിയിൽ ഇത്രയും മിച്ച ഭൂമി ഉള്ളത് നമുക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ചർച്ച വന്നു തുടങ്ങിയത് അന്ന് മുതലാണ്. VS മൂന്നാറിലേക്ക് വന്നത്. VS ഞങ്ങളുടെ നേതാവാണ്. VS ഞങ്ങളുടെ നേതാവെന്ന് പറഞ്ഞാൽ ഞാൻ VS എന്തുകൊണ്ട് പറയണമെന്നറിയോ? VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1950 റോസമ്മ പുണ്ണൂസിനെ ജയിപ്പിക്കുന്ന സമയത്ത് മൂന്നാറിലെ എസ്റ്റേറ്റുകളിലും മലകളിൽ കയറി. അന്ന് വണ്ടി സംവിധാനമൊന്നുമില്ല. അന്ന് ഈ പഞ്ചസാര കൊണ്ടുവരുന്ന ചാക്കുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം. പാർട്ടി ഓഫീസിൽ സ്വന്തം ബിൽഡിംഗ് ഒന്നും ഇല്ല അന്ന്. അത് ഇതിനകത്തുണ്ട്. അപ്പം അങ്ങനെ അത് പറയൂ. പഞ്ചസാര ചാക്ക് കൊണ്ട് അത്രയും തണുപ്പുള്ള സമയത്തായിരുന്നു ഇലക്ഷന്. അപ്പൊ ഉപതെരഞ്ഞെടുപ്പില്ല. RS 1957 അല്ലേ റോസമ്മ പുണ്ണൂസിന്റെ ഇലക്ഷൻ. RS മണി എന്ന് പറഞ്ഞ് മൂന്നാറെ കുറിച്ച് സംസാരിക്കുന്ന നിരന്തരമായിട്ട് എനിക്കും പുള്ളിക്ക് നല്ലൊരു ആത്മബന്ധമുണ്ട്. ക്യാമ്പയിന്റെ ചാർജ് VS-നായിരുന്നു. അന്ന് പിരിച്ച പൈസയുണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വ്യാപകമായിട്ട് ആൾക്കാർ പൈസ അയച്ചെന്നാ പറയണത്. അന്ന് മറ്റേ ശങ്കരയ്യ, രാമമൂർത്തി തുടങ്ങിയ ആൾക്കാരൊക്കെ ഈ ട്രേഡ് യൂണിയനുകൾക്ക് പടുത്തുകൂടെ ഉയർത്താൻ വേണ്ടി അവർക്ക് ചാർജ് കേരളത്തിലാണ് കൊടുത്തത്. പീരുമേട്, ഏലപ്പാറ, ഉടുമ്പൻചോല എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ് തൊഴിലാളികളുള്ള സ്ഥലത്തിൽ. അപ്പോൾ
കൃത്യമായിട്ട് ഈ VS അച്യുതാനന്ദൻ തൊഴിലാളി പക്ഷത്തിലിരുന്ന് ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ടേ പുള്ളി വന്ന് അവിടെ പാർട്ടി ഓഫീസ് പടുത്തുയർത്താനുള്ള പൈസ അടക്കം പിരിച്ചിട്ട് ആ പൈസ ഏൽപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് എന്നൊരു ചരിത്രമുണ്ട് മൂന്നാറിൽ. അതുകൊണ്ട് വല്യച്ഛനൊക്കെ എപ്പോഴും പറയും, വല്യച്ഛനൊക്കെ ഇപ്പൊ 80 വയസ്സാവുന്നുള്ളൂ, VSന് 100 വയസ്സ് കഴിഞ്ഞു. 100 വയസ്സ് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യനെ അന്ന് ചിന്ന പയ്യൻ മാറി എന്ന് പറയും. കാരണം രാഷ്ട്രീയ നേതാക്കളുടെ പരിണാമ വളർച്ചയാണ്. പിന്നീട് VS പറയുന്നു, VS ആണ് ആദ്യം കൊണ്ടുവരുന്നത്. മൂന്നാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സമീപകാലത്തിൽ VS ഓർമ്മ ഉണ്ടാവുള്ളൂ. രാഷ്ട്രീയമായിട്ട് പറയുന്നത് മിച്ചഭൂമി ഉണ്ട്, അത് പിടിച്ച് തൊഴിലാളികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ ആദ്യം ശബ്ദമുയർത്തിയത് VS ആണ്. മൂന്നാർ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കേരള രാഷ്ട്രീയത്തിലിരുന്ന് ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് VS അച്യുതാനന്ദൻ മാത്രം. എന്റെ ഒരു അറിവുള്ള അങ്ങനെയാണ്. 10 സെന്റെങ്കിലും കൊടുക്കണം കുറഞ്ഞത് എന്ന് പറഞ്ഞിട്ട്. പിന്നെയാണ് ഈ ലാൻഡ് പദ്ധതികളിലൊക്കെ ഇവർക്കും അവകാശപ്പെട്ടതാണ് എന്ന ബോധം വരുന്നത്. അതായത് EMS ഭവന പദ്ധതിനകത്ത് പഞ്ചായത്തിനകത്ത് കൊടുത്തിട്ടേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പരിശോധിക്കേണ്ടി വരും. ആ ഒരു അവകാശബോധം അവിടുത്തെ തൊഴിലാളികൾക്കിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. ചെറുത ഒരു വലിയ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥലം കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ്, ഒരു ധൈര്യം, ഒരു വിശ്വാസം എല്ലാം തന്നെ VSനകത്തിരുന്ന് ഉണ്ടായി. പക്ഷെ ഇപ്പുറത്തെ ഒരു വലിയ തോട്ടം മുതലാളി ഇങ്ങനെ നിൽക്കുകയാണല്ലോ അല്ലെ, അതിൽ തട്ടി തകർന്നു പോവില്ല എല്ലാ അവകാശവാദങ്ങളും ഇവരുടെ. അങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് മൂന്നാർ. അതെ അതെ അതെ. കാരണം സ്വന്തമായി ലാൻഡ് ഇല്ല. മൂന്നാറെ വിട്ടിട്ട് ഒരു മൂന്നാറുകാരനക്ക് എവിടെയും ജീവിക്കാൻ പറ്റില്ല. അതെ അതെ. കാലാവസ്ഥ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ജനറ്റിക് പറയാം, ജനറ്റിക്കലായിട്ട് ഇവർ ഈ കാലാവസ്ഥക്ക് അഡിക്റ്റായി. വൃത്തി, അതായത് മൂന്നാറിൽ നിന്ന് പുറത്ത് പോയിട്ട് ജീവിക്കാൻ കഴിയില്ല. ഇപ്പോ എന്റെ അമ്മ പേഴ്സണലായിട്ട് മറയൂരിൽ തന്നെ നല്ല കാലാവസ്ഥ വെയിലാണല്ലോ. ഇരിക്കുമ്പോ നല്ല വെയിലിൽ എന്റെ അമ്മനെ കാണുമ്പോ എനിക്ക് സഹതാപം തോന്നും. വേർത്ത് വിറുവിറുത്ത് അവർക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പൊ ഇതുപോലെ തമിഴ്നാട്ടിൽ ഞങ്ങളുടെ ആൾക്കാർ കേരളത്തിനകത്ത് ഏതെങ്കിലും ഫംഗ്ഷനിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത്, കല്യാണം, ചടങ്ങ്, കാതുകുത്ത് ഇതുപോലുള്ള ഏതെങ്കിലും ഇതൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് അവർക്ക് അവിടുത്തെ ഒരു കാലാവസ്ഥ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഇത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവരെവിടെയാ ഈ തൊഴിൽ ചെയ്യാത്ത കുടുംബങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് മൂന്നാറിൽ? തലമുറകളായിട്ട് വേറെ ഒരാളെ പണിക്ക് കയറ്റിവിട്ട് അങ്ങനെ തന്നെ ജീവിക്കണം. അതായത് ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും തോട്ടം ജോലി ഉണ്ടാവും, അതുകൊണ്ട് മാത്രം. അതല്ലാത്തവർക്ക് അപ്പൊ ഭൂമി ഇല്ലാത്ത ഇപ്പോഴും വീടടപ്പ് കേസ് എന്നും പറഞ്ഞ ഒരു കേസ് നടത്തുന്നുണ്ട്. അതായത് ഇവര് സർവീസ് പൈസ വാങ്ങാതെ അവിടെ നിൽക്കുന്ന കുറെ ആൾക്കാർ. സർവീസ് പൈസ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാറ്റുവിറ്റി അല്ലേ? ഗ്രാറ്റുവിറ്റി പൈസ വാങ്ങിച്ചിട്ടില്ലെങ്കിലും അത് വാങ്ങുന്നവരെ നിൽക്കാം എന്നൊരു ഈ വീട് ഉപയോഗിക്കാം അല്ലെ. അപ്പൊ ഈ ഭൂമി ഇല്ലാത്തത് കൊണ്ട് സർവീസ് പൈസ വാങ്ങാതിരിക്കാൻ നിർബന്ധിതരാകുന്നു പറയാം. അതെ, അതാണ്. സർവീസ് പൈസ എന്ന് പറഞ്ഞാൽ എത്ര രൂപ ഉണ്ടാവും? വളരെ തുച്ഛമായ പൈസയാണ്. 2 ലക്ഷത്തിന്റെ അടുത്ത് പോലും. എത്ര വർഷം പണി ചെയ്താല്? ഒരു 10-40 വർഷം പണി ചെയ്ത, മാക്സിമം 40 വർഷം. അതിന്റെ താഴെയാണെങ്കിൽ 20-25 വർഷം, 30 വർഷം. വലിയ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. 2 ലക്ഷം രൂപയാണ്, അത്രേ ഉള്ളൂ. ഈ 2 ലക്ഷം രൂപ തന്നെ വേണ്ടാന്ന് വെക്കാണ് അവസാനം അല്ലെ? ലയങ്ങളുടെ പരിമിതമായ എവിടെ പോകും എന്നതാണ് ചോദിച്ചത്. ഈ ലയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദുരിതം നിറഞ്ഞൊരു ജീവിത സാഹചര്യമുള്ളൊരു സ്ഥലം കൂടിയാണല്ലോ. എന്താണ് ലയങ്ങളുടെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ? ഇപ്പൊ വളരെ പരിതാപകരമാണ്. ഒരു മെയിൻ്റനൻസും ഇല്ല. കമ്പനിയാണ് ചെയ്യേണ്ടത്. റോഡുകൾ, അവിടുത്തെ റോഡുകൾ കണ്ടു കഴിഞ്ഞാൽ കമ്പനിക്കാര് പഞ്ചായത്തുകാരെ പറയണു, പഞ്ചായത്തുകാർ കമ്പനിക്കാരെ പറയണു. ഇത് അതിലും അവക്തമാണ്. ഈ റോഡുകൾ, ഉള്ളിലുള്ള ഗ്രാമങ്ങളിലുള്ള റോഡുകളൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി ഇപ്പൊ ഹൈറേഞ്ചിൽ മൊത്തം, മൂന്നാറിൽ മൊത്തം റോഡുകൾ, വളരെ ഉള്ളിൽ പോകുന്ന റോഡുകൾ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നത് ചിറ്റിവാരയിൽ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ചിറ്റിവാരയിൽ നമ്മൾ പോകുന്ന റോഡ് പോലും ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ടാർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് എന്താണെന്നറിയോ, ഇവർ നമ്മൾ അവകാശവാദം ഉയർത്തുന്ന സമയത്ത് ഇത് ഇവർ തമ്മിലുള്ള ഒത്തുതീർപ്പാണോ എന്തോന്നും അറിയില്ല. തമ്മിലുള്ള കമ്പനിക്കാരും ഈ രാഷ്ട്രീയക്കാരും, അങ്ങനെ തന്നെ പറയാം. കമ്പനിക്കാരോട് എല്ലാ രാഷ്ട്രീയക്കാരും പെടും. കമ്പനിക്കാരോട് ചോദിക്കുമ്പോൾ എന്താണ് ലൈൻസ് നവീകരണം ഒന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കാർ ഫണ്ട് ചെയ്യുമല്ലോ എന്ന ഒരു സാധനം. കാരണം യൂസ്വലി ഒരു ഗ്രാമമാണ്, ഒരു പഞ്ചായത്താണ്, കേരളത്തിൽ ഉൾപ്പെട്ടതാണ്. അപ്പൊ പഞ്ചായത്ത് വികസനം പദ്ധതികളൊക്കെ വരുന്ന സമയത്ത് ലയൻസുകൾക്കും അത് ബാധകമാണ് അവർ പറയുന്ന വാദം. പിന്നീട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനിക്കാരുടെ കൈവശം അല്ലേ ഭൂമി, അപ്പൊ അതിന് മെയിൻ്റനൻസ് ചെയ്യേണ്ടത് ആരാണ്? കമ്പനിക്കാരാണ്. ഇങ്ങനെ ഒരു ഉത്തരം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒന്നും മനസ്സിലാവാത്ത ഒരു രീതി ഉണ്ടാവുന്നു. മൂന്നാറിൽ പാവം ജനങ്ങള്, വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ, തോട്ടം തൊഴിലാളികള്,
അവരിത് വിശ്വസിച്ച് പോവുക എന്നല്ലാതെ വേറെ ഒരു സാധനത്തിലോട്ട് അവര് ചിന്തിക്കാൻ പ്രേരിപ്പിക്കാത്തത് കൊണ്ടാണ് ഈ സമൂഹം വന്നിരിക്കുന്നത്. ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ റോൾ എന്താണ് മൂന്നാറിലെ? അവരും ഈ കണ്ണൻ ദേവനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? എല്ലാം തന്നെ ഈ സിസ്റ്റത്തിനകത്താണ്. ഈ സിസ്റ്റത്തിന്റെ ഏത് സിസ്റ്റത്തിന്? കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റത്തിന്. അതിനെ പുറത്ത് ചിന്തിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതായത് കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലെ ഒരു പഞ്ചായത്തിനെ പോലെയല്ല മൂന്നാറിൽ പഞ്ചായത്ത് വർക്ക് ചെയ്യുന്നത് അല്ലേ? മൂന്നാർ പഞ്ചായത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന മുമ്പ് 2 വർഷം മുമ്പേ ലൈഫ് പദ്ധതി നടപ്പിലാക്കാത്ത പഞ്ചായത്താണ് മൂന്നാർ പഞ്ചായത്ത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കേണ്ടത് അവിടെയാണ് നമ്മൾ സമൂഹം റിസർച്ച് നടത്തേണ്ടത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിൽ ജീവിക്കുന്ന എല്ലാ ആൾക്കാരുടെ അവസ്ഥയും ഇത് വരുമ്പോൾ ഒരേ ഒരു ഫോക്കസ് പോയിന്റിൽ വരും. കാരണം പെട്ടെന്ന് ഒരു കുടിയേറ്റ കർഷകർക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു നിയമസഭയിൽ ഒരു ഭേദഗതി കൊണ്ടുവരികയാണെങ്കിൽ അത് നേരെ ചെല്ലുന്നത് മൂന്നാർ സമൂഹത്തിന്റെ മീതായിരിക്കും അല്ലേ, സ്വാഭാവികമായിട്ട്. അപ്പോൾ മൂന്നാറുകാരെല്ലാം കുടിയേറിയവരാണ്. കോളനിയിൽ ചെറിയ ചെറിയ വീടുകളിൽ താമസിക്കുന്ന ആൾക്കാർ തൊട്ട് ലയങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ വരെ കുടിയേറ്റക്കാരാകും. വലിയ വലിയ ലാൻഡ് മാഫിയകളുണ്ട്, വലിയ വലിയ റിസോർട്ട് മാഫിയകളുണ്ട്. ഞാൻ ഈ ഇടക്കാലത്ത് ലാൻഡിനെ കുറിച്ച് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, അതിനകത്ത് തന്നെ പറഞ്ഞു മൂന്നാറിൽ ഒരു നല്ല കോളേജ് വേണമെങ്കിൽ ഒരു എന്താണ് ഒരു സമതലത്തിൽ പണിയായിരുന്നു. കോളേജ് പണിതത് മലയിന്റെ മേളിലാണ്. ആ കോളേജ് ഇടിഞ്ഞല്ലോ നമ്മൾ മൂന്നാർ പ്രളയത്തിന്റെ സമയത്ത്. ഇനിയും അതിന്റെ പണി പൂർത്തീകരിക്കാതിരിക്കുകയാണ് മൂന്നാറിലുള്ള ഏക കോളേജിന്റെ അവസ്ഥ. സ്വന്തമായി ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലില്ല മൂന്നാറിൽ. ഇത്രയും ജനങ്ങളും ഉണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു താലൂക്ക് സബ് ഹോസ്പിറ്റൽ ആണെങ്കിലും മതി, ആ സംവിധാനം ഇല്ല. ഇപ്പോഴും KDHPന്റെ കണ്ണൻ ദേവൻ ഗ്ലോബൽ ബീവറേജസിന്റെ അതേ GH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറുകാർക്ക് എന്താണെന്നറിയാം, ഈ തമിഴ്നാട്ടില് ആൾക്കാരെ പോലാണ് എന്ന് പറഞ്ഞാൽ അതാണ് ഹോസ്പിറ്റല്. തൊഴിലാളികൾക്ക് മാത്രം പിന്നെ വിദേശത്തിലിരുന്ന് വരുന്ന ആൾക്കാരെ എല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഏക സംവിധാനമാണ് ആ ഹോസ്പിറ്റല്. വളരെ പരിമിതമായ സാഹചര്യമാണ്. എല്ലാ എസ്റ്റേറ്റുകൾക്കും ഹെൽത്ത് സെന്റർ ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഹെൽത്ത് സെന്ററുകൾ കമ്പനി നടത്തുന്നു. സൗജന്യമാണോ ചികിത്സ അവിടെ? ചികിത്സ കമ്പനിയിൽ പണിയെടുക്കുന്നവരെ സൗജന്യം. പണിയെടുക്കാത്ത ഒരാൾക്ക് മരുന്നാണെങ്കിൽ കമ്പനി ബില്ല്. അത് എങ്ങനെയാ, സൗകര്യമുള്ള ഹോസ്പിറ്റലുകളാണോ? വളരെ ദയനീയ അവസ്ഥയാണ്. അവിടെയൊക്കെയാണ് പോയി പരിശോധിച്ച് നോക്കേണ്ടത്. അത് ആദ്യ കാലങ്ങളിൽ ഇരുന്ന് ഒരു മെച്ചവും ഇല്ലാത്ത ഹോസ്പിറ്റലുകൾ ഇപ്പോഴും അവസ്ഥ അങ്ങനെ. മരുന്നുകൾ തൊട്ട് ബാക്കിയുള്ള എല്ലാം വളരെ പരിമിതപ്പെടുത്തപ്പെട്ട ഒരു സ്ഥലമാണ്. കുട്ടികൾക്ക് പഠിക്കാനും സ്കൂളുകളൊക്കെ ഉണ്ടോ? സ്കൂളുകളുണ്ട്, വലിയ മെച്ചമല്ല. അത് ഗവൺമെന്റ് സ്കൂളുകളാണ്. ഗവൺമെന്റ് സ്കൂൾ ഇപ്പൊ മെച്ചപ്പെടുത്തി വരുന്നു ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. പക്ഷെ എങ്കിലും ഈ പറയുന്ന കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായ ഒരു പീരീഡാണ് കഴിഞ്ഞ 10-15 വർഷം. ആ ഒരു മാറ്റം മൂന്നാറിലെ സ്കൂളുകളിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ? റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. അല്ല, കുട്ടികളെ ധാരാളം ഈ തൊഴിലാളികളുടെ മക്കൾ, പുതിയ തലമുറ സ്കൂളിലേക്ക് വിട്ടയക്കുന്നവരാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പണ്ടൊക്കെ കുടുംബം മൊത്തമായില്ല, അടിമകളായിട്ട് ജീവിച്ചതാണല്ലോ. ചെറിയ കുട്ടികൾക്കും തോട്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാവും. ഇപ്പോൾ സ്കൂളുകളിലേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞയക്കുന്ന ഒരു തൊഴിലാളിയായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അച്ഛനമ്മ പരമാവധി ഈ പണിക്ക് വിടരുത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴല്ല, പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അതായത് ഞങ്ങള് ഞാൻ 4ാം തലമുറയിൽ പെട്ട ആളാണ്. അപ്പോ എന്റെ അച്ഛനെ അവന്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. പരിമിതി ഉള്ളതുകൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ. അതിൽ പഠിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ആൾക്കാരുണ്ട്. സേതുരാമൻ IPS ഉണ്ട്. പിന്നെ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഈ തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്നത്. പറയുകയാണെങ്കിൽ സേതുരാമൻ സാറായിട്ട് നല്ല ബന്ധമുണ്ട്. ഇദ്ദേഹം എപ്പോഴും സംസാരിക്കും മൂന്നാർ വിട്ട് നമ്മൾ പോരത്, ഇത് നമ്മുടെ മണ്ണാണെന്ന് പറയും. അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ഈ സ്കൂളിൽ പോകുന്ന പുതിയ തലമുറയിലെ കുട്ടികൾ ഏത് വരെയാണ്? ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞാല് തുടർന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ടോ അവിടെ? കുറവാണ്. 10ാം ക്ലാസ് വരെ തട്ടിമുട്ടി പഠിക്കാം. 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾ പറഞ്ഞ ഈ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഇത് കുറവാണ്. കോളേജുകളൊന്നുമില്ല അല്ല, +2 തന്നെ ആൾക്കാർ ഒരേ ഒരു കോഴ്സാണ് ഉള്ളത്. ഞാൻ പഠിച്ച ചെണ്ടൂര സ്കൂളിൽ കൊമേഴ്സ് മാത്രമാണ് ഉള്ളത്. സയൻസിൽ ദേവികുളത്തിലാണ് പിന്നെയും സയൻസ് ഉള്ളത്. അപ്പോൾ സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് 3 ചേർന്നിട്ടുള്ള സ്കൂളുകൾ വളരെ കുറവാണ് ഈ മേഖലകളിൽ. സ്കൂളുകളുടെ +2 വരെ എങ്ങനെയായാലും വിദ്യാഭ്യാസം തുടരാവുന്ന സംവിധാനമുണ്ട് അല്ലേ? അതിനുശേഷം പുറത്തു പോയിട്ട് പഠിക്കാനുള്ള ഒരു
അതെ, പുറത്ത് ഹോസ്റ്റലുകളിൽ ഇരുന്നുകൊണ്ടും കിട്ടാത്തത്, ഹോസ്റ്റൽ കിട്ടാത്തത്, പഠനം നഷ്ടപ്പെട്ട ആൾക്കാർ. അപ്പൊ ഈ പഠനം ഇങ്ങനെ തടസ്സപ്പെടുന്ന തലമുറ എന്ത് ചെയ്യും? ഈ തൊഴിലേക്ക് തിരിച്ചു വരുമോ? ഇപ്പൊ അവര് ഒരു ഫാഷനായിട്ട് കൊണ്ട് നടക്കുന്നത് എസ്റ്റേറ്റ് തൊഴിലല്ല, അല്ലാതെ നമ്മുടെ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും സ്റ്റാളുകളിൽ നിൽക്കുക. പഠനം നഷ്ടപ്പെട്ട ഒരുപാട് പിള്ളേർ മൂന്നാറിലെ 5ാം തലമുറ ശരിക്കും പറഞ്ഞ വിദ്യാഭ്യാസത്തിൽ ഭയങ്കര പുറകിലോട്ടാണ്. എല്ലാം തന്നെ മാട്ടുപിടി ഡാം, കുണ്ടല ഡാം, എക്കോ പോയിന്റ്, ഇവിടെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പിള്ളേരെ നമുക്ക് കാണാൻ പറ്റും. 10ാം ക്ലാസ് കഴിഞ്ഞാൽ തോറ്റാലും ജയിച്ചാലും, പിന്നെ +2 കഴിഞ്ഞാൽ അങ്ങനെ തന്നെ, പിന്നെ ഡിഗ്രിക്ക് തോറ്റിട്ടുള്ള പിള്ളേരും എല്ലാം തന്നെ ഇതുപോലുള്ള 300 രൂപയ്ക്കും 200 രൂപ കൂലിക്കും ആണ് ഈ കടകളിൽ നിൽക്കുന്നത്. ഹോം മെയ്ഡ് ചോക്ലേറ്റ് കടകളിലും അതുപോലെ തന്നെ അവിടുത്തെ ടൂറിസ്റ്റ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കടകളിൽ നിൽക്കുന്ന പിള്ളേരുടെ അവസ്ഥ അങ്ങനെ. ദിവസം 300 രൂപ മാത്രമേ ഉള്ളൂ. രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ വൈകിട്ട് 6-7 മണിക്ക് വരുന്ന പിള്ളേരാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഒരു 500 പേര് പണ്ട് തൊഴിലെടുത്തിരുന്ന സ്ഥലങ്ങളിൽ 250 പേരേ ഉള്ളൂ അല്ലെ? പുതിയ ആൾക്കാർ സമൂഹത്തിലേക്ക് വരുന്നില്ല അല്ലേ? ഇപ്പൊ എത്ര വയസ്സുള്ള ഏവറേജ് എത്ര വയസ്സുള്ള ആൾക്കാരായിരിക്കും ആ തോട്ടം തൊഴിലാളികളിലുള്ളത് ഇപ്പോഴും? എത്ര വയസ്സെന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായി 4ാം തലമുറക്കാരെന്ന് പറയും. അവര് തോട്ട മേഖലയിലുണ്ട്. 5ാം തലമുറയിൽ നിന്ന് തോട്ട മേഖലയിലേക്ക് വന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. സ്ത്രീകളാണ് കൂടുതലും ഇപ്പോഴല്ലേ? സ്ത്രീ തൊഴിലാളികൾ കൂടുതലാണ്. ഈ സ്ത്രീകൾ പ്രത്യേകമായിട്ടുള്ള ഏത് തൊഴിൽ മേഖല എടുത്താലും സ്ത്രീകളാണ് കൂടുതൽ അതിൻ്റെ ഒരു അപകടം, അതിൻ്റെ ഇരയാക്കപ്പെടുന്നവരിൽ കൂടുതലുള്ളത്. അവരുടെ സ്ത്രീ തൊഴിലാളികളുടെ ജീവിതം എങ്ങനെയാണ്? പ്രത്യേകിച്ച് ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായ ഒരു ചോദ്യം കൂടിയാണ്. കേരളത്തില് ഏറ്റവും അത് ഈ പൊമ്പിള സമരത്തിൽ തന്നെ പ്രകടനമായ ഒരു വികാരമാണ്. ഡബിൾ ചൂഷണങ്ങളാണ് അനുഭവിക്കുന്നത്. ഒന്ന്, വീട്ടില് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് 8 മണിക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇപ്പോഴും അങ്ങനെ. പിന്നെ വരുന്നത് 6 മണിയായിരിക്കും വീട്ടിലോട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ വീട്ടിൽ 5 പേരും ഉണ്ടെങ്കിലും 10 പേരും ഉണ്ടെങ്കിലും അവർക്കെല്ലാം ഭക്ഷണം വയ്ക്കുന്നത്, അവരുടെ തുണി അളക്കുന്നത്, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇവർ തന്നെ, അമ്മമാർ തന്നെ. എസ്റ്റേറ്റില് വളരെ കഷ്ടപ്പാടാണ്. കാരണം മെഷീൻ പോലെ പ്രവർത്തിച്ചിട്ടാണ് അവിടെ നിന്ന് വരുന്നത്. വെറും വേദനയുള്ള ശരീരങ്ങളായിട്ട് തിരിച്ചു വരുമ്പോഴും വീട്ടിൽ പണി. ഇതാണ് സ്ത്രീ തൊഴിലാളികളുടെ അവസ്ഥ. ഞാൻ കുറെ ആൾക്കാരായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ റിലേറ്റീവ്സ് തന്നെ കുറെ ആൾക്കാർ തൊഴിലാളികളായിട്ടുണ്ട്. കടം ബാധ്യത കൂടുതലും ഉണ്ട് അവർക്ക്. ഈ ഒരു സാഹചര്യം അനുസരിച്ച് 450 രൂപ 500 രൂപ ഒരു തൊഴിലാളി കിട്ടുന്നു വെച്ചാൽ, അവര് 2 പേരും പണിയെടുക്കുന്ന ആൾക്കാരാണെങ്കിലും കുഴപ്പമില്ല. ഒരു തൊഴിലാളി ആണെങ്കിലും അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ ഭയങ്കര പാടാണ്. കുട്ടികളെ പഠിപ്പിക്കുന്ന ആൾക്കാർ അതിനേക്കാളും പിന്നെ കടങ്കാരാവുക. സ്ത്രീകളുടെ ചെലവ് കിട്ടുന്ന ശമ്പളം കൊണ്ട് തന്നെ നടന്നു പോകുന്ന കുടുംബങ്ങളായിരിക്കും അധികം കൊഴുന്ന് വെട്ടുന്നത് അവരാണല്ലോ. മീൻസ് എക്സ്ട്രാ ഒരു ഇൻസെന്റീവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഒരു തൊഴിലാളി സ്ത്രീക്ക് എത്ര രൂപ കിട്ടും ആവറേജ്? ഇപ്പോ നിലവില് 480-90 ആ റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. കമ്പനിയുടെ വേറെ എന്തൊക്കെയോ കണക്കുണ്ട്, പഞ്ചപ്പടി അങ്ങനെയൊക്കെ പറയും. ഞാൻ കമ്പനിയിൽ നിന്ന് പുറത്തായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ 490-500 ഉള്ളൂ ഒരു തൊഴിലാളിക്ക്. ആവറേജ് ഓരോ സീസൺ അനുസരിച്ചാണ് കൊഴുന്ന് എടുക്കേണ്ടതും വെട്ടേണ്ടതും. കത്രിക വെച്ചാണല്ലോ വെട്ടുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇൻസെന്റീവ് ആയിട്ട് ഇപ്പൊ 25 കിലോ വെട്ടണമെന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ വെട്ടാണെങ്കിൽ 1 കിലോയ്ക്ക് ഇത്ര രൂപയാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. വളരെ തുച്ഛമായ പൈസയാണ്. ഇപ്പൊ മെഷീനുകളും ഉണ്ട്. അത് രാവിലെ എത്ര മണി മുതൽ തുടങ്ങും ജോലി? 8 മണി. വൈകുന്നേരം വന്നിട്ട് ഒരു 5 ദൂരത്തെ കാടുകൾ ഈ നടന്നു പോണ തൊഴിലാളി നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും രാവിലെ ഒരു കാടുക്ക് 8 മണിക്ക് ആണെങ്കിൽ വീട്ടിൽ നിന്ന് അരമണിക്കൂറിന് മുമ്പ് ഇറങ്ങണം. മലയിൽ കയറണ്ടേ, അരമണിക്കൂറിന് മുമ്പെങ്കിലും ഇറങ്ങണം. 1 മണിക്കൂർ നടന്ന് കാട്ടിലേക്ക് പോയി പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ഈ സമയം വന്നിട്ട് ഇതില് ചേരില്ല. 8 മണിക്കൂർ തൊഴിലാണ്. മറ്റാനുകൂല്യങ്ങളുണ്ടോ ഇത് കൂടാതെ? ഈ 450 രൂപ ഈ പറഞ്ഞ ദിവസ കൂലി 490 രൂപ കൂടാതെ വേറെ ഇല്ലല്ലോ. എക്സ്ട്രാ വെട്ടിയ പൈസ അത്രേ ഉള്ളൂ. പിന്നെ വന്നിട്ട് നമ്മുടെ ശനിയാഴ്ച വല്ല സീസൺ കൊഴുന്ന് ഉണ്ടെങ്കിൽ അതിൽ പണിയെടുക്കുകയാണെങ്കിൽ കയ്യിൽ പൈസ തരും എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പൊമ്പിള ഒരുമ സമരത്തിന്റെ റിസൾട്ട് എന്താണ്? പൊമ്പിള ഒരുമ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോണ്ടസ്റ്റില്, മൂന്നാർ കോണ്ടസ്റ്റില് ഇപ്പൊ ഒരു പ്രസക്തി ഇല്ലാത്ത ഒരു സംഘടനയാണ് പൊമ്പിള ഒരുമ. ഒരു സമൂഹത്തില് ഇന്ന് വരെ ശബ്ദിക്കാൻ അറിയാത്ത ആൾക്കാരെ വാസ്തവത്തിൽ ഒരു നോട്ടീസ് അടിച്ചോ അങ്ങനെ ഒന്നുമില്ലല്ലോ.
അവരുടെ അവകാശവാദത്തിന് വേണ്ടി അവർ തന്നെ ഒരു സമൂഹം തന്നെ ഇറങ്ങി വന്ന് അതെങ്ങനെ രൂപപ്പെട്ടത് ആ സമരം? അത് ഈ ബോണസിന്റെ പ്രശ്നം പറഞ്ഞിട്ടാണ്. ബോണസ് കമ്പനീന്റെ ബാലൻസ് ഷീറ്റിൽ എനിക്ക് കിട്ടിയ ഒരു ഇതാണ്. എപ്പോഴും നഷ്ടക്കണക്ക് മാത്രം കാണിക്കുന്നു, പക്ഷെ ലാഭമാണ്. അപ്പൊ തൊഴിലാളികൾ അങ്ങനെ പറ്റിക്കുന്ന സമയത്ത് 20% ബോണസ് എന്നാണ് ബോണ്ട്. അപ്പോൾ പൊതുവെ അങ്ങനെയാണ് തുടർന്ന് വരുന്നത്. വളരെ തുച്ഛമായ പൈസയെ കിട്ടുള്ളൂ. എന്നാൽ 20% എന്ന് പറഞ്ഞത് 10% കുറച്ച് ആ സമയത്ത് കണക്ക് കാണിച്ചു. പമ്പള ഓർമ്മ സമരം നടക്കുന്ന തൊട്ടു മുമ്പ് ഈ ലേബർ യൂണിയന്റെ നേതാക്കളെല്ലാം പോകും ചർച്ചയ്ക്ക്. അപ്പൊ അങ്ങനെ പോയി ചർച്ച പരാജയപ്പെട്ടു. 20% എന്ന് പറഞ്ഞാൽ 20 ഫുള്ളും കിട്ടുന്നത് വളരെ കുറവാണ്. 15, 13, 12. അപ്പൊ ബോണസ് എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളിയുടെ ഏറ്റവും വലിയ ആശ്രയമാണ്, ആശ്രയ കേന്ദ്രം പോലാണ്. കാരണം ഈ പൈസ കിട്ടി ഒരു 10,000 തൊഴിലാളികൾ കണ്ണിന് മുമ്പ് കാണുന്നത് അപ്പളാ. അല്ലെങ്കിൽ അവരുടെ കടം ബാധ്യത എല്ലാം തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സമയം വരുന്ന സമയത്ത് ആണ് ഈ ഒരു സമരം ഒരു വികാരമായി മാറിയത്. പക്ഷെ അതിന്റെ തുടർച്ചകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ആ സമൂഹത്തിലിരുന്ന്. ഏത് തരത്തിലുള്ള തുടർച്ച? പൊമ്പള വരുമ്പോ പോലുള്ള ഒരു മൂവ്മെന്റ്. എന്ത് അവകാശത്തിനും നിങ്ങൾ ആരെയും പേടിക്കാതെ പുറത്തേക്ക് വരണം. തൊഴിലാളി സ്ത്രീകളുടെ ഉള്ളിലൊക്കെ ആ ഒരു സമരത്തിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടോ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ? ഉണ്ടായിരുന്നു, മനസ്സിനകത്തുണ്ട്. പക്ഷെ പുറത്തേക്ക് കൊണ്ടുവരാൻ, കാരണം 8 ദിവസം 10 ദിവസം പണിയെടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കുടുംബം ചലിക്കുന്നത് ഭയങ്കര പാടാണ്. അത് 3-4 തൊഴിലാളികൾ സമൂഹത്തില് ഈ തൊഴിൽ മാത്രമേ ഉള്ളൂ, വേറെ ഉപജീവന മാർഗങ്ങളൊന്നുമില്ല. അതിനെ പേടിച്ചിട്ടായിരിക്കും. പിന്നെ എന്താണ് അറിയോ, ഈ നിങ്ങൾ കൊറോണ കാലത്തിലും തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കും നമ്മുടെ കമ്പനി നമ്മളെ ചതിച്ചിട്ടില്ലല്ലോ എന്ന മാതിരി ഒരു ഗ്ലീഷ ആയിട്ടുള്ള ഇത് വർക്കൗട്ട് ആക്കി വെച്ചിരിക്കുകയാണ്. കൊറോണത്തെ എല്ലാം ഞാൻ കൊറോണ കാലത്ത് കേട്ടതാണ്. ഞാൻ എസ്റ്റേറ്റിൽ ജീവിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ചിരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അവർ പറയും നിഷ്കളങ്കരായ മനുഷ്യരാണ്, നിങ്ങളൊക്കെ ജോലി ഇല്ലാതിരിക്കുന്നു, നോക്ക് നമുക്ക് കമ്പനിക്കാരനെ എപ്പോഴും വില കൊടുത്തിട്ടേ ഇരിക്കാം. ചൂഷണം ചെയ്യുക എന്നതിലുപരി അധ്വാനിക്കുക എന്നൊരു തിയറിയാണ് അവിടെ വർക്കൗട്ട് ആണത്. അതുകൊണ്ട് ഇവരെന്ന് മരിക്കുന്നവരെ അധ്വാനിച്ചിട്ട് മരിക്കുക. പ്രഭാകരൻ പറയുന്നത് നോക്കുമ്പോഴേ ഒന്ന് സംഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അവിടുത്തെ തൊഴിലാളികൾ ഒരു അടിമ ജീവിതം നയിക്കേണ്ടി വരുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഭരണകൂട സംവിധാനങ്ങൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമാണ് എന്ന് പറയാം അല്ലേ? ഭരണകൂട സംവിധാനങ്ങളും രാഷ്ട്രീയം. അതെ അതെ അതെ. അത് ഏത് ഇതായാലും ഇപ്പോൾ ഇടതുപക്ഷം ഭരിച്ചു കഴിഞ്ഞാലും UDF ഭരിച്ചു കഴിഞ്ഞാലും ഒരു മാറ്റവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. അതെ, അത് ഞാൻ പറഞ്ഞ ഔട്ട് ഓഫ് കേരളം എന്ന നിലയിലാണ് 3-4 തൊഴിലാളികൾ. അതെ അതെ. ഇപ്പോഴും കുടിയേറ്റക്കാരുടെ സ്റ്റാറ്റസ് ആണ് അവർക്കുള്ളത്. കുടിയേറ്റ തൊഴിലാളികൾ എന്ന നിലയിലാണ് കണ്ടുവരുന്നത്. ഇപ്പൊ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ സംസാരിക്കുമ്പോഴും പിള്ളേർക്ക് 3 കേരളത്തിലാണെന്ന് പോലും അറിയില്ല. എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിനെ കുറിച്ച് ഇത്ര അറിവേ ഉള്ളൂ. കൂടുതൽ തമിഴ് സംസാരിക്കുന്നു, തമിഴ്നാട്ടിലാണോ എന്ന് കൺഫ്യൂസ് ആവുന്നു. മൂന്നാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ ഇപ്പൊ പോകണു, അവർ സംസാരിക്കുമ്പോൾ ഒരു മലയാളം ഫോം പൂരിപ്പിക്കാൻ അറിയില്ല, മലയാളം വായിക്കാൻ അറിയില്ല. അപ്പൊ കേരളത്തിനകത്തുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ക്രൈസിസ് ഇല്ല, മൂന്നാറിനെ പോലുള്ള ക്രൈസിസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനിച്ച ഒരാളാണ് പ്രഭാകരൻ. പിന്നെ എങ്ങനെയാണ് നിങ്ങളൊരു അക്കാദമികമായിട്ടുള്ള മേഖല ഇപ്പൊ റിസർച്ച് ചെയ്തു, ഇപ്പൊ ഒരു കോളേജിൽ താൽക്കാലികമായിട്ടെങ്കിൽ അധ്യാപകനാണ്, ആ ഒരു ജീവിതത്തിലേക്ക് എങ്ങനെയാണ് പ്രഭാകരന്റെ ജീവിതം എത്തിപ്പെട്ടത്? സാധാരണക്കാരന് സംഭവിക്കുന്നത് തന്നെയാണ് എനിക്കും സംഭവിച്ചിട്ടുള്ളത്. കൂടുതൽ ഒന്നുമില്ല. എൻ്റെ അമ്മ എപ്പോഴും പറയും ഇവനെ പേന പിടിപ്പിക്കണം. ഞങ്ങൾ കത്തിയെടുത്ത് വിറക് വെട്ടാൻ പോകുന്ന സമയത്ത് ചേട്ടൻ്റെ കൂടെയും ചേച്ചിൻ്റെ കൂടെയും ഒക്കെ പറയണം. അപ്പോൾ അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെറുപ്പത്തിലേ പണിയെടുക്കാൻ പോയ ആൾക്കാരാണ്. അപ്പോൾ കൈ ഇങ്ങനെ നിവർത്തിയിട്ട് എപ്പോഴും പറയും ഇവനക്ക് ഇതൊന്നും പറ്റില്ല, ഇവനെ പേന പിടിപ്പിക്കണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിൽ കുറച്ച് ആൾക്കാരായിട്ട് സംസാരിക്കും, പാട്ടുകൾ പാടും, പാട്ടുകൾ കേൾക്കും. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നാട്ടുകാരോട് എപ്പോഴും ഒരു ബന്ധത്തിലുണ്ട്. പിന്നെ കവിതയൊക്കെ എഴുതും. അപ്പം അന്ന് അച്ചിട്ട് വന്ന കവിത അപ്പോൾ കൃഷ്ണൻ്റെ മോനാണെന്ന് പറയുമ്പോൾ നമുക്കും ഒരു മൂന്നാം ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വായനയിലോട്ട് കടന്നു പോവാണ്. സ്വാഭാവികമായിട്ട് എന്ത് കിട്ടിയാലും വായിക്കാം. അപ്പോൾ ഞാൻ +2 ഒക്കെ കഴിഞ്ഞ് പാലക്കാട് വന്നു. +2 ഞങ്ങളുടെ അവിടെ വായിക്കാന്ന് പറഞ്ഞാൽ അവിടെ എവിടെ പോയിട്ടാ വായിക്കുക? ലൈബ്രറി സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ലൈബ്രറി ഇല്ല. ഞാൻ പാലക്കാട് വന്നപ്പോഴാണ് ആദ്യമായിട്ട്
സുഹൃത്തുക്കളുടെ കയ്യിലുള്ള ചെറിയ ചെറിയ പാലക്കാട് എന്താ +1 +2 പാലക്കാട് വന്നത് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ അവിടെ ദേവികുളത്തും എൻ്റെ വീട്ടിലും തമ്മിൽ ഒരു ഹയർ സെക്കൻഡറി ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ദേവികുളത്തും എൻ്റെ വീട്ടിലൊക്കെ പോവുകയാണെങ്കിൽ 40-80 രൂപയാണ് ഒരു ഭാഗത്ത്. 40 ഒരു 10 50 60 രൂപ ഉണ്ടാവും. 60 120 സാധ്യമല്ല, അത്രയും ദൂരമുണ്ട്. എൻ്റെ വീട് ശരിക്കും മൂന്നാർ എന്ന് പറഞ്ഞാലും മൂന്നാർ ടൗണിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരവസ്ഥയിലാണ്. നമ്മൾ ടോപ്പ് സ്റ്റേഷന്റെ അടുത്താണ്. ഒരു 36 കിലോമീറ്റർ ഉണ്ട് മൂന്നാർ. അല്ല, ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ടോപ്പ് സ്റ്റേഷന്റെ അടുത്ത് അന്ന് കുടിയേറി വന്നവർ അങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ചിറ്റിവര. അപ്പം ഇവിടെയൊക്കെ ഭയങ്കര അതിനേക്കാളും ജീവിതം ഉള്ളറകൾക്ക് പോകുമ്പോൾ ഇത്രയും എന്താണ് ഒരു മെയിൻ സ്ട്രീം മൂന്നാറുകാരന്റെ ജീവിതവും ഞങ്ങളുടെ ജീവിതവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളും. അതുകൊണ്ടാണ് മൂന്നാർ ആ മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാർ വിദ്യാഭ്യാസമായിട്ട് മുന്നോട്ട് വന്നതും ഞങ്ങളുടെ ആൾക്കാർക്ക് അത് പറ്റാത്തത്. അപ്പൊ ദേവികുളത്ത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പാലക്കാട് ചെണ്ടുവര. പിന്നെ +1 പാലക്കാട് പോയി. പാലക്കാട് എവിടെ? പാലക്കാട് PMG ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെയാണ് ഞാൻ ചേർന്നത്. ഞങ്ങളുടെ നാട്ടുകാർ കുറെ ആൾക്കാർ പാലക്കാട് തന്നെ ചൂസ് ചെയ്യുന്നത്. കാരണം തമിഴ് ഓറിയന്റഡ് ഏരിയ ആണ്. പിന്നെ കോളേജ് വിദ്യാഭ്യാസം എവിടെയായിരുന്നു? പാലക്കാട് തന്നെ. പാലക്കാട് എവിടെ? വിക്ടോറിയ കോളേജ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ 3 വർഷം തൊഴിലാളിയായിട്ട് ഒരു ഹോട്ടലിൽ പണിയെടുത്തു. അപ്പോഴാണ് ഞാൻ കൂടുതൽ പുസ്തകങ്ങൾ വാങ്ങുന്നത്. +2 കഴിഞ്ഞിട്ട് ചെന്നൈയിലായിരുന്നു ഡിഗ്രിക്ക് ചേരുന്നതിന് മുമ്പ്. അപ്പോൾ വീട്ടില് എക്കണോമിക്കലി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, മക്കളിൽ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ +2 തോൽക്കുകയും ചെയ്തു. മാത്സിൽ തോറ്റ്. പിന്നെ എഴുതിയിട്ട് ആപ്ലിക്കേഷൻ ഇട്ട് കിട്ടിയിട്ടില്ല. ഞാൻ ലിറ്ററേച്ചർ പഠിക്കണമെന്നല്ല ഞാൻ താല്പര്യപ്പെട്ടത്. ഞാൻ സയൻസ് ആയിരുന്നു. കെമിസ്ട്രി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ജീവിതം ഇങ്ങനെ മാറിയപ്പോ വായിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ലിറ്ററേച്ചറിന്റെ ഒരു ട്രാക്കിലേക്ക് വന്നു. ഞാൻ ചെന്നൈയിൽ പോയി അവിടെ നിന്ന് കുറെ പുസ്തകങ്ങൾ വാങ്ങിച്ചു. കവിതകളായിരുന്നു. ഹോട്ടലില് ബില്ലടിക്കുന്ന പരിപാടി. അങ്ങനെ ഞാൻ കുറച്ചും കൂടി തൊഴിലാളികളെ വീണ്ടും പഠിക്കുന്നു. വേറെ ഒരു സെക്ടറിൽ വായന എന്ന് പറഞ്ഞാൽ എന്ത് പുസ്തകങ്ങളാണ് വായിച്ചിരുന്നത്? കിട്ടുന്നതെല്ലാം വായിക്കും. കവിത പുസ്തകങ്ങളാണ് കൂടുതൽ ആദ്യകാലങ്ങളിൽ വായിച്ചിരുന്നത്. പിന്നെ 3 വർഷത്തിന് ശേഷം ഡിഗ്രിക്ക് ചേർന്നു അല്ലെ? വിക്ടോറിയയിൽ. അതെന്താ സബ്ജക്ട് ആയിരുന്നു? വിക്ടോറിയയിൽ വേറെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ തമിഴ് ലിറ്ററേച്ചർ ഇപ്പൊ വായിച്ചു വരികയല്ലേ, ആ ഒരു ഹാങ് ഓവറിൽ ഇംഗ്ലീഷ് തമിഴ് ട്രൈ ചെയ്ത് തമിഴാണ് കിട്ടിയത്. പിന്നെയാണ് PG ഒക്കെ കഴിഞ്ഞ് റിസർച്ചിന് പോയത് അല്ലെ? MPhil. റിസർച്ച് എന്തായിരുന്നു സബ്ജക്ട്? മത്സ്യത്തൊഴിലാളികളെ കുറിച്ചുള്ള പഠനം, നോവലുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അവരുടെ ജീവിതമാണ് പഠിച്ചത്. താരതമ്യ സാഹിത്യം. ഒരു കൗതുകം കൊണ്ട് ചോദിക്കട്ടെ, ഇപ്പോ നിങ്ങളുടെ ഒരു മേഖല ഒരു പഠിക്കാവുന്ന ഒരു മേഖലയാണല്ലോ, അപ്പൊ അതെന്തുകൊണ്ടാണ് ഒരു സബ്ജക്റ്റ് ആയിട്ട് വരാതിരുന്നത്? അതെന്താ സോഴ്സസ് ഇല്ല. ഞാൻ ആദ്യം തീസിസ് കൊടുക്കുമ്പോൾ ഒന്ന് നമ്മളെ കുറിച്ച് ചെയ്താലോ എന്ന്. അപ്പൊ ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ ഇതുവരെ വായിച്ച് എവിടെ എത്തിപ്പെടാത്ത ഒരാളും കൂടിയാണ്. എനിക്ക് വായിക്കാൻ പറ്റാത്തതിന്റെ ഒരുപാട് സങ്കടങ്ങൾ എപ്പോഴും പറയുന്ന ഒരാളാണ്. അപ്പൊ അന്ന് ഞാൻ നോക്കിയിട്ട് മൂന്നാർ ഈ തൊഴിൽ എന്തെങ്കിലുമൊക്കെ പ്രൈമറി സോഴ്സ് വേണമല്ലോ. മൂന്നാറെ കുറിച്ച് ഓതന്റിക് ആയിട്ട് എഴുതുന്ന പുസ്തകങ്ങളെ കണ്ടിട്ടില്ല. എനിക്ക് കടൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. സാഹിത്യത്തിൽ വായിച്ച് സംഘസാഹിത്യത്തിൽ നെയ്തൽ എന്നും പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ട്. കടലും കടൽ ചാർന്ന മക്കളും. അപ്പൊ ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത് കൊടുത്താൽ നെയ്തൽ വെച്ചിട്ട് ഒരു തിയറിറ്റിക്കൽ അനാലിസിസാ, നെയ്തൽ വെച്ചിട്ട് നമുക്ക് പഠിക്കാം എന്നായി. അപ്പൊ ഇത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് കാട്ടിൽ നിന്ന് വന്ന് നമ്മള് കടലിനെ എടുക്കാനുള്ള കാരണം. നെയ്തൽ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് പ്രോട്ടോ ഡ്രേവിഡിയൻ കോൺസെപ്റ്റാണ്. നമ്മൾ എപ്പോഴും ചരിത്രമായിട്ട് കുറച്ച് അടുത്ത് ഇടപഴകണമെന്ന് വിചാരിക്കും. അപ്പൊ സംഘസാഹിത്യം പഠിച്ച് തലയിൽ നെയ്തലുണ്ട്. അപ്പൊ നെയ്തൽ വെച്ച് പഠിക്കാം എന്ന് വിചാരിച്ചു. കൂടുതൽ സോഴ്സസ് കിട്ടും. പിന്നെ അങ്ങനെ ചെമ്മീനെ പോലുള്ള നോവലുകളെല്ലാം പുറന്തള്ളിയിട്ട് ഒറിജിനലായിട്ട് ആ സമൂഹത്തിലിരുന്ന് ഉയർന്നു വന്ന് അല്ലെങ്കിൽ അതിന് ഒന്ന് ഫീൽഡ് വർക്ക് ചെയ്ത് എഴുതിയ നോവലുകൾ വച്ച് ചെയ്തിരുന്നു. ഇപ്പൊ തോട്ടം തൊഴിൽ മേഖലയിൽ നിന്ന് പുറത്ത് ഒരു അക്കാദമിക് ആയിട്ടുള്ള ഒരു ലോകത്താണ് ഇപ്പോൾ പ്രഭാകരന്റെ ജീവിതം. നിങ്ങളുടെ സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പൊ എങ്ങനെയാണ് ഒരു അനുഭവം എന്താണ്? ലോകത്തിൽ എവിടെ ജീവിച്ചാലും മൂന്നാർ ലൈൻസിൽ പോയി ഒരു നേരം അന്തി ഉറങ്ങുക എന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അടിമ ജീവിതമാണ്. അപ്പൊ ഞാൻ എന്താണെന്നറിയ, എനിക്കിപ്പോഴും വളരെ പരിമിതിയുള്ള ഒരു സ്ഥലമാണ് മൂന്നാർ എന്ന് പറഞ്ഞാൽ. ഈ സമൂഹം ഇങ്ങനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഫ്രസ്ട്രേഷൻ എപ്പോഴും ഞാൻ പറഞ്ഞു തീർക്കാറുണ്ട്. അമ്മേനോടാണെങ്കിലും ആരോടാണെങ്കിലും നമ്മുടെ തലമുറയിൽപ്പെട്ട ആൾക്കാരെല്ലാം നശിച്ചു പോകുന്നു. പിന്നെ
ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വില്ലേജ് ഓഫീസിൽ പോവുകയാണെങ്കിൽ അവിടെ ഷൗട്ട് ചെയ്യും. കാരണം വളരെ ചെറുപ്പം തൊട്ട് അങ്ങനെ തന്നെ. എന്ന് പറഞ്ഞാൽ ഈ പാവങ്ങളെ പറ്റിച്ചിട്ട് കുറേ ആൾക്കാർ കെട്ട് കണക്കിൽ അപേക്ഷകളുണ്ടാവും. അത് പഠിക്കാതെ പോയ ആൾക്കാർ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ എപ്പോഴും ഈ ശബ്ദം ഉയർത്തും. അപ്പം ഞങ്ങൾ അടിമകളാണെന്ന് വെച്ചിട്ടാണ്, നിങ്ങൾ മലയാളം അറിയാത്തത് കൊണ്ടാണ്, ഞാൻ ഫോം പൂരിപ്പിച്ച് തരാമെന്ന് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ പാവങ്ങളെ പറ്റിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ദേവിയിലും വില്ലേജ് ഇത് തഹസിൽദാർ ഓഫീസിൽ ഒരാളുണ്ട്, റിട്ടയർഡ് ആവാൻ പോകും പുള്ളി പ്രഭാകരൻ, നീ എപ്പോൾ വന്നാലും പ്രശ്നമാണെന്ന് പറയും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല. ഇപ്പോഴും ഒരു സർട്ടിഫിക്കറ്റിന് ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കാസ്റ്റ് തെളിയിക്കാൻ വേണ്ടി, അതായത് ഞാൻ സർക്കാരിൻ്റെ ഫെലോഷിപ്പിൽ പഠിക്കുന്ന ഒരാളാണ്, ന്യായമായി SC പ്രിവിലേജ് ഉപയോഗിച്ച് രാജീവ് ഗാന്ധി നാഷണൽ ഫെലോഷിപ്പ് ഫോർ SC ഇപ്പം അങ്ങനെ മാറ്റിയിട്ടുണ്ട്, അത് വാങ്ങിച്ച് പഠിക്കുന്ന ഒരാളാണ്. എൻ്റെ ജാതി വീണ്ടും തെളിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എല്ലാം കേരളത്തിലാണ് രേഖകളെല്ലാം, അച്ഛന് ജനിച്ചതിൻ്റെയും ബാക്കിയെല്ലാം ഇവിടെ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് വീണ്ടും തെളിയിക്കണം? എൻ്റെ സർട്ടിഫിക്കറ്റ് പഴയ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത് ഇപ്പോൾ ഇന്നലെ പോലും ഒരു പ്രശ്നം ഫേസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്ന് പറഞ്ഞാൽ എപ്പോൾ മൂന്നാറുകാരൻ ഒരു ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോയാലും, പിന്നെ ഒരു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോയാലും, ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോയാലും പ്രശ്നമാണ്. എൻ്റെ സമൂഹത്തിൽ ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ ഇനി തുടരുകയാണ് ചെയ്യുന്നത്, അൺഎൻഡിങ്. കാരണം കേരളത്തിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു റൂൾ വരുന്നു, ഒരു ഓർഡർ വരുന്നു, സർക്കാരിൻ്റെ ഓർഡർ, അത് മൂന്നാറുകാർക്ക് ബാധകമേ ഇല്ല എന്ന നിലയിൽ കാണുന്ന ഭരണകൂടത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും അതങ്ങനെ തന്നെ തുടരുകയാണ്, ജനങ്ങളെ വളരെ പുച്ഛമായി കാണുന്നത്. ഇപ്പോൾ പ്രഭാകരൻ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ് അല്ലേ? ഇപ്പം ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഇടതുപക്ഷത്തുള്ള ഏതെങ്കിലും ആൾക്കാരുമായിട്ട്, നേതാക്കന്മാരുമായിട്ടോ അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രാഷ്ട്രീയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കാൻ അവസരം വന്നിട്ടുണ്ട്? സംസാരിക്കുന്നുണ്ട്, എപ്പോഴും വിളിക്കാറുമുണ്ട്. ഈ ഇടതുപക്ഷം മാത്രമല്ല, അവിടുത്തെ പൊതുപ്രവർത്തകർ എന്ന നിലയിലുള്ള ആൾക്കാരെ ഞാൻ വിളിച്ച് പറയുകയും ചെയ്യും. അപ്പം ഞാൻ ഫേസ് ചെയ്ത പ്രശ്നം 2 വർഷത്തിന് മുമ്പുള്ള പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച പോലും ഞാൻ വിളിച്ച് സംസാരിക്കാറുണ്ട്. നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്, പെൻഷൻ്റെ കാര്യങ്ങൾ ശരിക്കും അവർ കയറ്റി വിടുന്നില്ല. വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ, അല്ല പഞ്ചായത്ത് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ മെമ്പർമാർ ശരിക്കും പ്രവർത്തിക്കുന്നില്ല. ഫോർ ദ പീപ്പിൾ എന്നൊരു ആശയമേ അവിടെ ഇല്ല എന്നതാണ് എൻ്റെ പരിമിതികളാണ് ഇതൊക്കെ. കാരണം ഈ പാവങ്ങൾ ഇത്രയും കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഒരു പഞ്ചായത്ത് ഓഫീസിൽ പോവുകയാണെങ്കിൽ ഒരു തൊഴിലാളിൻ്റെ ഒരു ദിവസം പണി പോകും. മാത്രമല്ല പല പ്രാവശ്യം പോവുകയാണെങ്കിൽ എന്താണ്, ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പെൻഷൻ വാങ്ങുന്ന രേഖ തെളിയിക്കാൻ നമ്മൾ പുസ്തകത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ അവസ്ഥകളെ കുറിച്ച് ഞാൻ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള ഇടതുപക്ഷം, ഞാൻ പാർട്ടിയാണ്, ഞാൻ മാർക്സിസ്റ്റാണ്, യൂണിവേഴ്സൽ ഹ്യൂമൻ ബീയിങ് ആണ്, എനിക്ക് ജാതി മതം ഇതിലൊന്നും വിശ്വാസമില്ല. ജനങ്ങൾക്ക് വേണ്ടി അത് എവിടെയാണെങ്കിലും നമ്മൾ സംസാരിക്കും. ഒരു ക്രിട്ടിക്കലായിട്ട് നോക്കുമ്പോഴേ ഇടതുപക്ഷത്തിനുള്ള ഒരു ഇതെന്താണ്, ഒരു ഇടതുപക്ഷം സംഭവിച്ചൊരു അപജയം എന്താണെന്നാണ് പറയാൻ കഴിയുക? വലിയൊരു ടാസ്ക്കാണ് നിങ്ങൾ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഞാൻ പറയണത് തൊഴിലാളികൾക്ക് വേണ്ടി, അതായത് നമ്മൾ യൂണിവേഴ്സിറ്റി ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലാബറിസം. ഞാൻ മൂന്നാറിന്റെ കോണ്ടെക്സ്റ്റിലാണ് ചോദിക്കുന്നത്. ഞാൻ മൂന്നാർ തന്നെ ഞാനിപ്പോൾ പറയണത്. ആധുനിക അടിമകൾ എന്ന് വിളിക്കാൻ പറ്റില്ല, അടിമകളാണ്. അതെ, ഈ സിസ്റ്റം മാറാൻ വേണ്ടി ഈ സിസ്റ്റത്തിനെ മാറ്റാൻ പറ്റുന്നത് ഇടതുപക്ഷത്തിനാണ് എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതിൻ്റെ പൂർവാധിക ശക്തി ഉപയോഗിച്ച് അവിടുത്തെ പ്രവർത്തകരെല്ലാം ഒന്നിച്ചു നിന്ന് തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ അവസ്ഥ മാറ്റുക, തൊഴിലാളികൾക്ക് അവകാശബോധം ഉണ്ടാക്കി കൊടുക്കുക. മൂന്നാർ എന്ന സമൂഹം, തൊഴിലാളി സമൂഹത്തിന് മുന്നേറ്റമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു മൂവ്മെന്റ് ഉണ്ടായാൽ മാത്രമേ ഇതിലൊരു പാരഡൈം ചേഞ്ച് ഉണ്ടാവും എന്ന് ഞാൻ പറയില്ല, ഒരു ചലനം ഉണ്ടാക്കണം, ഇതൊരു സംസാര വിഷയമാക്കണം. പക്ഷെ ബേസിക്കലി ഇപ്പം ഈ തോട്ടം ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടും മറ്റേ മുതലാളിമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നയപരമായിട്ടുള്ള മാറ്റം തന്നെ ശരിക്കും അതിന് ആവശ്യമില്ലേ? ഭൂമിയുടെ ഉടമസ്ഥ അവസ്ഥയെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യണം, കൂടുതൽ ചർച്ച ചെയ്ത് അതിന്റെ യഥാർത്ഥം എന്താണെന്ന് പുറത്ത് കൊണ്ടുവരണം. അതിനാണ് നമുക്ക് ഈ തോട്ടം ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനെ കുറിച്ചിട്ടുള്ള
അതെ, അത് ആർക്കാണെന്നുള്ള ഒരു വലിയ ചോദ്യം. അതൊരു യഥാർത്ഥ ഹൈപ്പോതിസിസ് അവകാശി ആരാണെന്നുള്ളത്. അതൊരു ഹൈപ്പോതിസിസ് മാതിരി വെച്ചിട്ട് റിസർച്ച് ചെയ്യാനുള്ള ഒരു മേഖലയാണ് ഉം. എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ. പക്ഷെ ഹൈപ്പോത്തറ്റിക്കൽ റിസർച്ചിനുള്ള സബ്ജക്റ്റ് മാത്രമല്ല, ശരിക്കും അതൊരു റിയൽ കോണ്ടെക്സ്റ്റിൽ അത് മൂന്നാറിലെ തോട്ടം ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥാവകാശം ആർക്കായിരിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയരേണ്ടത്. അത് സർക്കാർ ചെയ്യേണ്ടതാണ്. അതെ, സർക്കാർ ചെയ്യേണ്ടതാണ്. ഭൂപരിഷ്കരണത്തിന്റെ 50ാം വാർഷികമായിരുന്നു 2 വർഷം മുൻപ്. ആ സമയത്തായിരുന്നു ആ ചർച്ച വരേണ്ടിയിരുന്നതും അല്ലേ. പക്ഷെ അത് ആ രീതിയിൽ അത് വികസിച്ചു പോയില്ല. അതെ, ഇപ്പൊ ഭാവിയിലെ മൂന്നാറിൽ നിന്ന് ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു സമരത്തിന്റെയോ പ്രതിഷേധ രൂപത്തിന്റെയോ ഒക്കെ ഒരു സാധ്യത കാണാൻ കഴിയുമോ ഇപ്പോൾ? ഭൂമിക്ക് വേണ്ടി ഉള്ള സമരം കുറെ ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ സ്വന്തമായി ഒരു ഭൂമി ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇത്ര ചൂഷണം. അത് ഭാവിയിൽ ഉണ്ടാവണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൂന്നാർ ജനങ്ങള് സ്വന്തം ഭൂമിക്ക് വേണ്ടി സ്വന്തമായി ഒരു 5 സെന്റ് ഭൂമിയെങ്കിലും ആ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ വേറെ പ്ലാന്റേഷനുകളിലൊക്കെ തൊഴിലാളികളെ പോലെ എസ്റ്റേറ്റിൽ വേണമെങ്കിൽ പണിയെടുക്കാം, അല്ലെങ്കിൽ അവർ സ്വന്തമായി എന്തെങ്കിലും തൊഴിൽ ചെയ്തോ അല്ലെങ്കിൽ കൃഷി ചെയ്തോ ജീവിക്കുക എന്ന അവസ്ഥ മൂന്നാർ വരണം. അത് വരുന്നവരെ സമൂഹം മാറില്ല. അപ്പൊ അത്തരം ഒരു രാഷ്ട്രീയവൽക്കരണ പ്രക്രിയയിലേക്ക് തൊഴിലാളികളെ നയിക്കാവുന്ന ഒരു സാഹചര്യം കൂടി വേണമല്ലോ. ശരിക്കും വേണം. മൂന്നാറിൽ രാഷ്ട്രീയ പാർട്ടികൾ അത് ഏറ്റെടുക്കണം. കൃത്യമായി ഇടതുപക്ഷത്തിന് ഭയങ്കര വിശ്വാസമാണ്, ഏറ്റെടുക്കണം. ഇടതുപക്ഷത്തിനാണ് അതിന് കഴിയുക രാഷ്ട്രീയവൽക്കരണം. പക്ഷേ തൊഴിലാളി സമൂഹത്തിന് ഇടതുപക്ഷം ഒന്നും ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു പരിധി വരെ നമ്മൾ ഇടതുപക്ഷത്തിനെ വിശ്വസിക്കുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിനകത്ത് ഒതുങ്ങുന്ന ഇടതുപക്ഷമല്ല. ആൾക്കാർ തെറ്റിദ്ധരിക്കുകയാണ്. അതായത് ഞാൻ പ്രഭാരം ഇപ്പോൾ CPM പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാള് എന്ന മട്ടിൽ ടോക്ക് കൊണ്ടുവന്നിട്ട് ഈ ഫുൾ ഫ്രെയിം ഉള്ള സാധനങ്ങൾ ഇല്ലാതാക്കാനാണ് ഇന്നത്തെ ആൾക്കാർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അവകാശവാദം അവിടെ നിന്ന് ഉയർന്നു വരാത്തത്. അതിന് പകരം ഒരു ഇടതുപക്ഷം എന്ന് പറഞ്ഞതിന്റെ ഒരു വിശാലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തൊഴിലാളി യൂണിയനുകൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം തൊഴിലാളികൾക്ക് വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ഒരു ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള സമരമായിരിക്കും മൂന്നാറിലെ തൊഴിലാളികളുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വിമോചനത്തിനുള്ളൊരു സമരമായി തീരുക. അതെ, ഭൂമിക്ക് വേണ്ടി.